നമസ്കാരം, JB ജംഗ്ഷനിലേക്ക് സ്വാഗതം. മലയാള സിനിമയുടെ പൂമുഖപ്പടിയിലും പിന്നാമ്പുറത്തും ഒരുപോലെ ശ്രദ്ധേയരായ രണ്ട് വ്യക്തികളെയാണ് ഞങ്ങൾ ഇന്ന് JB ജംഗ്ഷനിൽ കൊണ്ടുവരുന്നത്. മറ്റാരുമല്ല, വിജയബാബുവും സാന്ദ്രയും. ഇരുവരെയും നമുക്ക് JB ജംഗ്ഷനിലേക്ക് സ്വാഗതം ചെയ്യാം. വിജയബാബു, സാന്ദ്ര. വിജയബാബു ചിരിച്ചു തുടങ്ങി. എന്താണെന്ന് എനിക്കറിയില്ല ചിരി. ഞങ്ങൾ വന്നിരുന്നപ്പോൾ തന്നെ ബ്രിട്ടാ സാറിന്റെ മുഖത്തൊരു ചിരി, ഒരു മട്ടൻ ബിരിയാണി കിട്ടിയ പോലെ. മട്ടൻ ബിരിയാണി, ചിക്കൻ ബിരിയാണി. അതാ ഞാൻ ചിരിച്ചു പോയത്. ആണല്ലേ? സത്യം പറ, എൻ്റെ ജീവിതത്തിലെ ഇപ്പോൾ വലിയൊരു അഗ്നിപരീക്ഷ എന്താ അറിയോ? ഒരാൾ നമ്മൾ കുറച്ചറിഞ്ഞാൽ, വളരെ കുറച്ചറിയാമെങ്കിൽ ആ ഇൻ്റർവ്യൂ വളരെ പ്രശ്നമാവും. ഒരാളെ കൂടുതൽ അറിഞ്ഞാൽ അതിനേക്കാളും വലിയ പ്രശ്നമാണ്. എനിക്ക് ഈ പഹയൻ്റെ എല്ലാ കാര്യങ്ങളും അറിയാം. എന്ത് ചെയ്യാൻ പറ്റും? സാന്ദ്ര, ഞാൻ വിജയബാബുവിനോട് ചോദിക്കണ്ടാത്ത ചോദ്യങ്ങൾ ഏതാന്ന് പറ. ഒന്നുമില്ല, എന്തും ചോദിക്കാം, എല്ലാത്തിനും ഉത്തരവുണ്ട്. അത് വിജയബാബു പറയുമെന്ന് ഞാൻ നോക്കട്ടെ. നാവ് കടിച്ചു. അല്ലേ, ഈ ചോദ്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ആവാം. എനിവേ, സോ ഹാപ്പി ടു മീറ്റ് യു. നമ്മൾ KTF-ന് ശേഷം ഇങ്ങനെ ഒരു ഇതിൽ കാണുമെന്ന് എനിക്ക് വലിയ സന്തോഷമുണ്ട് വിജയബാബു. എന്താ കാരണം വെച്ചാൽ, ഒരുമിച്ച് പ്രവർത്തിക്കുന്ന ഒരു മേഖലയിൽ നിന്ന് എൻ്റെ മുമ്പിലുള്ള സോഫയിലേക്ക് ഒരാളെ കൊണ്ടുവരാൻ പറ്റുക എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല. ഞാൻ വിജയബാബുവിൻ്റെ ഈ ഒരു അവതാരത്തിൽ എനിക്ക് വളരെ സന്തോഷവും സംതൃപ്തിയുമാണ്. ഒരു മീഡിയ മാനേജർക്ക് ഗ്ലാമറിൻ്റെ രംഗത്ത്, സിനിമയുടെ രംഗത്ത് ഇതുപോലെ വിരാജിക്കാൻ കഴിഞ്ഞതിൽ വലിയൊരു സന്തോഷം. താങ്ക് യു സോ മച്ച്. ഇത് ഞങ്ങളുടെ വിജയം കൂടിയായിട്ട് ഞങ്ങൾ പ്രഖ്യാപിക്കുകയാണ്. ഇത്രയൊക്കെ നല്ല കാര്യങ്ങൾ ഞാൻ പറഞ്ഞ സ്ഥിതിക്ക് ഇനി വലിയ കളവൊന്നും ഇല്ലാതെ കാര്യങ്ങളൊക്കെ വെട്ടിത്തുറന്ന് പറയുമെന്നുള്ള പ്രതീക്ഷ കൂടി ഞാൻ ഈ അഭിമുഖത്തിൽ വെച്ച് പറഞ്ഞതാണ്. വിജയബാബുവിൻ്റെ ഏറ്റവും മോശപ്പെട്ട സ്വഭാവം എന്താണ് സാന്ദ്ര? ഒന്നാമത്തെ കാര്യം, ഭയങ്കര ഹൈപ്പർ ആക്റ്റീവാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ക്ഷമയില്ല. ക്ഷമയില്ലായ്മയാണ് ഏറ്റവും കാര്യം. നമ്മൾ പറയുന്ന കേൾക്കാൻ നിൽക്കില്ല, റേഡിയോ പോലെയാ. എല്ലാം ഇങ്ങോട്ടേ ഉള്ളൂ. അതാണ് മെയിനായിട്ട് എനിക്ക് തോന്നിയേക്കുന്ന ഒരു കാര്യം. പിന്നെ പങ്ക്ച്വാലിറ്റിയുടെ കാര്യത്തിൽ ഞങ്ങൾ തമ്മിൽ എപ്പോഴും അടി നടക്കുന്ന ഒരു കാര്യം ഇനി പറയരുത് കേട്ടോ. ബാക്കിയുള്ള ഞാനങ്ങ് പറഞ്ഞു. വിജയബാബു, സിനിമയുടെ ലോകം എനിക്ക് തോന്നുന്നു വിജയബാബുവിൻ്റെ ജീവിതത്തിൽ തുടക്കം മുതൽ തന്നെ ഉണ്ടായിരുന്ന ഒരു ടച്ചാണ് അത്. പല മേഖലയിലേക്കും, മാധ്യമ മേഖലയുടെ പല രംഗങ്ങളിലേക്കും മാറിയിട്ടും, മാർക്കറ്റിങ്ങിൻ്റെയും പ്രോഗ്രാമിൻ്റെയും മറ്റ് കോണ്ടന്റിൻ്റെയും അഡ്മിനിസ്ട്രേഷൻ്റെയും ഒക്കെ തരത്തിലേക്ക് മാറിയിട്ടും അതവിടെ ഒരു വൈറസായിട്ട് ഒരു നിമിത്തം എന്ന് വേണമെങ്കിൽ പറയാം. ബിക്കോസ് എൻ്റെ അച്ഛൻ ഒരു സിനിമ പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്, ഞാനത് അഭിനയിച്ചിട്ടുണ്ട്. അതിനുശേഷം സിനിമയിൽ അഭിനയിക്കണം എന്ന് എനിക്ക് കുട്ടിക്കാലത്ത് ആഗ്രഹമുണ്ടായിരുന്നു. സിനിമയിൽ തന്നെ എന്തെങ്കിലും ആവണം. പക്ഷേ എന്തോ ഡെസ്റ്റിനി അത് വിട്ടു. ബിക്കോസ് എൻ്റെ അച്ഛനോ അമ്മയ്ക്കോ അതിൽ ഞാൻ അഭിനയിക്കണമെന്നോ സിനിമയിൽ നിൽക്കണമെന്നോ താല്പര്യമില്ല. ബിക്കോസ് അച്ഛൻ സിനിമയിൽ പൈസ കളഞ്ഞ ആളാണ്. അപ്പം പിന്നെ സ്കൂളിങ് കഴിഞ്ഞിട്ട് ഞാൻ ബാംഗ്ലൂർക്ക് പോയി, അവിടെ നിന്ന് പഠിച്ചു. പിന്നെ ഞാൻ നാട്ടിലോട്ട് വരുന്നത് ഒരു 10 ഇയേഴ്സിന് ശേഷമാണ്. അപ്പം നമ്മൾ ഈ നമ്മുടെ നാട് വിട്ടു പോകുമ്പോൾ, ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോൾ മിമിക്രി, മോണാക്ട്, ഡ്രാമ ഇതെല്ലാം സ്റ്റേറ്റ് ലെവൽ വരെയൊക്കെ പോയിട്ടുണ്ട്. അപ്പോഴും നമ്മുടെ എയിം സിനിമയിൽ വരിക എന്നുള്ളതാണ്. സിനിമയാണ് അൾട്ടിമേറ്റ് ടാർഗറ്റ് എന്ന് വേണമെങ്കിൽ പറയാം. അവിടെ എത്തണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ ഈ വീട്ടിൽ നിന്നുള്ള പ്രഷർ, പഠിക്കുക, ഒന്നുകിൽ കോർപ്പറേറ്റ് അല്ലെങ്കിൽ എന്തെങ്കിലും ബിസിനസ് എന്നുള്ളത്, ഫ്രം എ ബിസിനസ് ഫാമിലി. പക്ഷേ നമ്മൾ ഈ നാട് വിട്ടു പോകുമ്പം ഈ കലകളെല്ലാം അതോടെ അവസാനിച്ചു. നമ്മൾ വേറൊരു ലാംഗ്വേജ് സംസാരിക്കുന്ന വേറൊരു റീജിയനിലേക്ക് നമ്മൾ പോകുന്നു. ഒരുപാട് വ്യാജമായിട്ടുള്ള വ്യവഹാരങ്ങൾ വേണ്ട സ്ഥലം. അപ്പോൾ അവിടെ നമ്മളുടെ ലാംഗ്വേജ് അല്ലല്ലോ മലയാളം. മനസ്സിലിരിക്കുന്നതല്ല പറയുന്നത്, നമ്മൾ മനസ്സിലിരിക്കുന്നതല്ല പറയുന്നത്. അപ്പം നമ്മൾ ഇപ്പോൾ കർണാടകയിൽ പോകുമ്പോൾ അവിടുത്തെ കോളേജിൽ പഠിക്കുമ്പോൾ ഐ കാൺ റിലേറ്റ് ടു ദാറ്റ് ആർട്സ്. അവരുടെ ഒരു ഡ്രാമ, ഇപ്പോൾ ഇംഗ്ലീഷ് ഡ്രാമ പാർട്ടിസിപ്പേറ്റ് ചെയ്തൊന്നും നമുക്ക് ആ സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നില്ല. അങ്ങനെ അത് വിട്ടു. ഓൾമോസ്റ്റ് കറങ്ങിത്തിരിഞ്ഞ് ജോലി വന്നത് മാർക്കറ്റിങ്ങിലാണ്. മാർക്കറ്റിങ്ങിൽ ആദ്യം BPL മൊബൈലിൽ ജോയിൻ ചെയ്യുന്നു. അവിടെ നിന്ന് സ്റ്റാർ TV-ലേക്ക് വന്നു. മീഡിയയുടെ ഒരു ടച്ച് തുടങ്ങുന്ന അവിടെ നിന്ന്. അതും മാർക്കറ്റിങ്ങിലാണ്. പ്രോഗ്രാമിങ്ങുമായിട്ട് ബന്ധമില്ല. കറങ്ങി നേരെ സാറിൻ്റെ എല്ലാവരുടെയും നമ്മുടെ എല്ലാം ഫാമിലി ഏഷ്യാനെറ്റ് ഫാമിലിയിലേക്ക് വരുന്നു. ദുബായിലാണ്. അവിടെയും മാർക്കറ്റിങ്ങിലാണ്. അപ്പം പ്രോഗ്രാമിങ്ങുമായിട്ട് ബന്ധമില്ല. സ്ലോലി അവിടുത്തെ പ്രോഗ്രാമിങ്ങും കൂടെ കുറച്ച് ലിങ്കായി തുടങ്ങി. പ്രോഗ്രാമിങ്ങും കൂടെ ചാർജ് എടുത്ത് തുടങ്ങി. കറങ്ങി തിരിഞ്ഞ് ഇന്ത്യയിലേക്ക് വരുന്നു. ഇവിടെ ഏഷ്യാനെറ്റിൻ്റെ തന്നെ CEO ആവുന്നു. ആന്ധ്രയിൽ, സിത്താരയിൽ, ആന്ധ്രയിൽ. അതും
പ്രോഗ്രാമിങ്ങുമായിട്ട് യാതൊരു ബന്ധമില്ല. ഏഷ്യാനെറ്റ് വിട്ട് സിനിമയിലേക്ക് വരാൻ തീരുമാനിച്ച് സിനിമകളുടെ കഥകൾ കേട്ടു തുടങ്ങി. എന്തെങ്കിലും ചെയ്യണം, പ്രൊഡ്യൂസ് ചെയ്യാനാണ് തീരുമാനിച്ചത്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് മറ്റൊരു സൂര്യ ടി വിയിൽ നിന്നും ഓഫർ വരുന്നത്. പ്രോഗ്രാമിങ്ങിലാണ്, ഇതുവരെ ചെയ്ത ജോലിയല്ല, കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആണ്. അപ്പോൾ അത് ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നും. ബിക്കോസ് ഒരു ക്രിയേറ്റീവ് ഒന്ന് മലയാളമായിട്ട് 10-12 വർഷമായിട്ട് ടച്ച് വിട്ടിരിക്കുന്നു. അങ്ങനെ പ്രോഗ്രാമിങ്ങിൻ്റെ ഹെഡായിട്ട് ജോയിൻ ചെയ്യുന്നു. ഒരു 4.5 വർഷം അവിടെ സിനിമാ ബന്ധം വീണ്ടും തുടങ്ങുകയാണ്. എനിക്ക് തോന്നുന്നു സൂര്യയിലേക്കുള്ള വരവാണ് ഒരു പക്ഷേ സിനിമാ ലോകവുമായിട്ട് വിജയ്ക്കുള്ള ബന്ധം ഊട്ടി ഉറപ്പിച്ചത്. അതെ, അല്ലെങ്കിലും വരുമായിരുന്നു. പക്ഷേ ഇത്രയും സക്സസ്ഫുൾ ആവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ബിക്കോസ് ആ എക്സ്പീരിയൻസ്, ലേണിംഗ് എക്സ്പീരിയൻസ്, നമ്മൾ ഒരുപാട് കഥകൾ കേൾക്കുകയുണ്ടായി. ഇപ്പം ഞാൻ സൂര്യയിൽ ഇപ്പം സാറും ഇരുന്നിട്ടുള്ള കഥകൾ കേൾക്കുന്നു. നമ്മൾ സാറ്റലൈറ്റ് വാങ്ങുന്നതിന് മുമ്പ് കഥകൾ കേൾക്കുന്നു. ഈ കഥ കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലൊരു കഥയുണ്ട്. അത് സിനിമയായപ്പോൾ അത് എങ്ങനെയുണ്ടെന്ന് കാണാനുള്ള ഒരു അവസരം നമുക്കുണ്ടാവുന്നു. ഒരുപാട് കഥകൾ കേൾക്കുന്നു. എല്ലാ സിനിമ ഇറങ്ങാൻ പോകുന്ന എല്ലാ സിനിമകളുടെയും കഥ കേൾക്കും, വാങ്ങിക്കും. ഇതെല്ലാം കേട്ടിട്ട് അവർ അത് വിഷ്വലൈസ് ചെയ്തു. ഇവർ പറഞ്ഞപ്പോൾ ഉണ്ടായിരുന്ന പാഷനാണോ സ്ക്രീനിലുള്ളതെന്ന് കാണാനുണ്ടാകുന്ന ഒരു അവസരം നമുക്ക് മാത്രമേ ഉള്ളൂ. മാത്രമല്ല പറഞ്ഞതും യാഥാർത്ഥ്യം തമ്മിലുള്ള. അപ്പൊ എന്താണ് വർക്കാവും. പിന്നെ ടെലിവിഷനിലുള്ള നമ്മുടെ എക്സ്പീരിയൻസ് തന്നെ ഈ റേറ്റിംഗ് സിസ്റ്റം സാറിന് അറിയാലോ. നമ്മളിപ്പോ ചാനലിൽ ഇരിക്കുമ്പോൾ ഒരു ദിവസം റേറ്റിംഗ് കൂടിയെങ്കിൽ ഞാൻ ചെക്ക് ചെയ്യും എന്തുകൊണ്ട് അന്ന് ആ സീരിയലിന് റേറ്റിംഗ് കൂടി അല്ലെങ്കിൽ ആ പ്രോഗ്രാമിന് റേറ്റിംഗ് കൂടി, എന്താണ് നമുക്ക് തിരിച്ചു വരാം. എനിക്ക് തോന്നുന്നു വിജയുടെ സിനിമയെ എനിക്കിത് പിടിച്ചിടേണ്ട കാര്യമുണ്ട്. അതുകൊണ്ട് ഒരാൾ വരട്ടെ. വിജയ്ക്ക് വളരെ വേണ്ടപ്പെട്ട ഒരാളാണ്. എനിക്ക് അറിയാവുന്ന 2 കാര്യങ്ങളാണ്. എന്നാലും ഈ JB ജംഗ്ഷനിൽ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് നിങ്ങൾ രണ്ടുപേരോടും ആയിട്ട് എനിക്ക് ചോദിക്കാനുള്ള 2 ചോദ്യങ്ങൾ. വിജയോട് സിനിമയെ ഇത്രയും സ്നേഹിക്കുന്ന ഒരാൾ 4ാം ക്ലാസ്സിൽ വെച്ച് സിനിമാ തിയേറ്ററിൽ നിന്ന് ഇറങ്ങി ഓടാനുള്ള സംഭവം എന്താണ്? സാൻഡ്രയ്ക്കുള്ള ചോദ്യം, സാൻഡ്രയുടെ കസിൻസ്, സമപ്രായത്തിലുള്ള കസിൻസിൽ ഇത്രയും പേടിയും ഭയവും ഉണ്ടാക്കുന്ന ഒരാളായിരുന്നു സാൻഡ്ര. അതിനെക്കുറിച്ച് ഒരു 2 വാക്ക്. നമുക്ക് വിജയഭാവനെ വിടാം. സാൻഡ്രയ്ക്ക് എന്ത് പറ്റി? ഞാൻ ഒരു 3 വയസ്സ് വരെ എന്റെ പേര് കുട്ടിയമ്മ എന്നാണ്. കുട്ടിയമ്മ. എന്റെ വീട് കുറ്റിപ്പുറം. നല്ല പേരാണ് സാൻഡ്ര. എന്തുകൊണ്ട് ആ പേരായിക്കൂടാ? വിജയബാബു നല്ല ഉഗ്ര പേര്. ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് വിളിക്കാറുണ്ട്, കുട്ടിയമ്മ എന്നൊക്കെ പറയും. കുട്ടി അമ്മ പോരാ, കുട്ടി അമ്മമ്മ വേണ്ടി വരും. വീട് കുറ്റിപ്പുറത്താണ്. എനിക്ക് ആക്സിഡന്റ് ആയി മരിച്ചതാണെന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പറയുമായിരുന്നു ചെറുപ്പത്തില്. അപ്പൊ എന്നെ ഡോക്ടറിനെയൊക്കെ കൊണ്ട് കാണിച്ചിട്ടുണ്ട് ആ സമയത്ത്. അപ്പൊ ഇങ്ങനെ പറഞ്ഞ എന്ത് പുനർജന്മത്തിന്റെ എന്താണെന്നൊക്കെ പറഞ്ഞ് എല്ലാ ഫാമിലി മൊത്തം എല്ലാവർക്കും അറിയാം. അപ്പൊ എല്ലാവർക്കും പേടി. ഞാനും വിചാരിച്ചിരുന്നു എന്തോ ഒരു പ്രശ്നം. ഞങ്ങൾ പോയി കുറ്റിപ്പുറത്ത് പോയി. ഹായ് സാൻഡ്ര, വിജയ് ഭായ്. എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ നമ്മുടെയൊക്കെ ലൈഫിൽ എന്തെങ്കിലുമൊക്കെ നമുക്കൊരു പ്രശ്നം വരുമ്പം നമുക്ക് വിളിക്കാൻ 2 ആൾക്കാരുണ്ടാവും. എനിക്ക് എൻ്റെ ലൈഫിൽ അങ്ങനെ 2 പേരുണ്ടല്ലോ. ഒന്നാമത്തെ സ്ഥലം നിങ്ങൾക്ക് 2 പേർക്കും ആയിരിക്കും. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ വിജയ് ഭായിയോടാണ്. വിജയ് ഭായ്, മലയാള സിനിമയിൽ വളരെ കുറച്ച് കാലം കൊണ്ട് ഏറ്റവും കൂടുതൽ പുതുമുഖ സംവിധായകരെയും ടെക്നീഷ്യൻസിനെയും മ്യൂസിക് ഡയറക്ടേഴ്സിനെയൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്ത കമ്പനിയാണ് ഫ്രൈഡേ ഫിലിം ഹൗസ്. എന്താണ് ഇതിൻ്റെ മോട്ടീവ്? സാന്ദ്രയോട് എനിക്ക് ചോദിക്കാനുള്ളത്, സാന്ദ്ര ഒരു എക്സ്ക്ലൂസീവ് ക്വസ്റ്റ്യൻ ആണ്. അതായത് സാന്ദ്ര ഏറ്റവും കൂടുതൽ പേഴ്സണൽ ലൈഫിൽ ഹോണ്ട് ചെയ്യുന്നൊരു പേരാണ് കുട്ടിയമ്മ എന്നുള്ളത്. അതിനെക്കുറിച്ചൊന്ന് പറയാം. സാൻഡ്രയുടെ കുട്ടിയമ്മയ്ക്ക് ശേഷം വിജയന്റെ ബ്രദറും ഇദ്ദേഹവും പറഞ്ഞ 2 കാര്യങ്ങളോട് വിജയ് പ്രതികരിക്കും. അപ്പൊ കുട്ടിയമ്മ ചേച്ചി പറയും. അപ്പൊ ഞാനിങ്ങനെ കൊച്ചിലെ ഇതിനെ പറയായിരുന്നു. അപ്പൊ പപ്പയും മമ്മിയും എല്ലാരും പേടിച്ചു. കാര്യം അവര് പോലും ഈ കുറ്റിപ്പുറം എന്ന് പറയുന്ന അവര് ഈ നാട്ടിൻപുറത്തുണ്ടായിരുന്നതാ. അപ്പൊ കോട്ടയത്താണ്, ചങ്ങനാശ്ശേരി ആയിരുന്നു. അപ്പൊ ഈ കുറ്റിപ്പുറം എന്ന് പറഞ്ഞ സ്ഥലം എവിടെയാന്ന് പോലും അവർക്കറിയില്ല. അപ്പൊ എനിക്ക് ഏതാണ്ട് സംസാരിക്കാൻ തുടങ്ങിയ സമയം മുതൽ ഇങ്ങനെ പറയുന്നത്, എന്റെ പേര് കുട്ടിയമ്മ എന്നാ, എനിക്ക് തുണി അലക്കുന്നതായിരുന്നു ജോലി, അങ്ങനെയൊക്കെ ഓരോന്നിങ്ങനെ പറയും. ഞാൻ കവിത എഴുതുമായിരുന്നു, അങ്ങനെയായിരുന്നു, ഇങ്ങനെ. പിന്നെ എനിക്ക് ഒരു 9th ഒക്കെ ആയപ്പോൾ എനിക്ക് ചിക്കൻ പോക്സ് വന്നു. ആ സമയത്ത് ഞാനൊരു വലിയ കഥ തന്നെ എഴുതി. അപ്പോൾ എല്ലാ ഫാമിലിയിലുള്ള എല്ലാവർക്കും ഇതറിയാം. അപ്പോൾ എല്ലാവർക്കും പേടിയാണ്. അപ്പോൾ എൻ്റെ കസിൻസിനും ഒക്കെ പേടിയാണ്. അപ്പോൾ ഞാൻ എന്തെങ്കിലും ഇത് വന്നു കഴിഞ്ഞാൽ ഉടനെ ഇങ്ങനെ നോക്കുമ്പോൾ തന്നെ പേടിയാണ്. ഇപ്പോഴും എൻ്റെ സിസ്റ്ററിന് പേടിയാണ് എൻ്റെ കൂടെ കിടക്കാൻ. പക്ഷെ എനിക്കത് ഓർമ്മയോ അങ്ങനെ ഒന്നുമില്ല. എന്തുകൊണ്ട് ഇതൊരു സിനിമയാക്കിക്കൂടാ കുട്ടിയമ്മ? അല്ല, അത് നമ്മൾ പല പ്രാവശ്യം എൻ്റെ അടുത്ത് വരുന്ന ഇപ്പൊ എനിക്ക് നല്ല പരിചയമുള്ള ഡയറക്ടേഴ്സിന്റെ അടുത്തും റൈറ്റേഴ്സിന്റെ അടുത്തൊക്കെ പറയുന്നുണ്ട്. അല്ല, അങ്ങനെയല്ല, എനിക്ക് റീബർത്തിനെ കുറിച്ച് ഒരു സ്റ്റോറി ചെയ്താൽ കൊള്ളാമെന്നുണ്ട്. പക്ഷെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സാധനം വേണം. നമുക്ക് ഇതിനു മുമ്പും 2-3 സിനിമകൾ വന്നിട്ടുണ്ട്. പക്ഷെ അതേപോലെ ഒന്നും ചെയ്യണമെന്നല്ല, എന്തെങ്കിലും ഡിഫറെന്റ് ആയിട്ടുള്ള റീബർത്തിനെ പറ്റിയുള്ള എന്തെങ്കിലും ഒരു സ്റ്റോറി ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. വിജയബാബു, ഇത് പ്രശ്നം പിടിച്ച കേസല്ല. ഞങ്ങള് ഒരിക്കൽ പോയപ്പോ ഞാൻ ഈ കുറ്റിപ്പുറം എന്ന് പറയുന്ന സ്ഥലത്ത് പോയി. ഇവര് ഈ സാജിദും സാൻഡ്രയും കൂടെ എന്നെക്കാളും മുമ്പ് ഇവര് ഇത് അന്വേഷിച്ച് പോയി. അവിടെ ചെന്നപ്പോ അവിടെ കുട്ടിയമ്മ എന്ന് പറഞ്ഞ സ്ത്രീ ഉണ്ടായിരുന്നു. അവര്
ഇതിനെ പറ്റി ലോഹി സാർ മരിക്കുന്നതിന് മുമ്പ് എന്നെ ഇരുന്ന് കുറെ ക്വസ്റ്റ്യൻ ചെയ്ത് പുള്ളി ഒരു സ്റ്റോറി ഇതിനെ പറ്റി എഴുതിയതൊക്കെയാ. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ പുള്ളി മരിച്ചു പോയത്. പിന്നെ സാന്ദ്ര, ഈ മാളക്കപ്പുറത്ത് ഒരു അച്ഛനുണ്ട് ഇങ്ങനെയുള്ള ബാധയൊക്കെ ഒഴിവാക്കുന്നത്. ഇത് ബാധയല്ല, ഇതാ ഇപ്പൊ പറയുന്നില്ല, ഇത് ഓർമ്മയില്ല, 3 വയസ്സുള്ളപ്പോ പറഞ്ഞിരുന്നു പേരൻസ് പറഞ്ഞതാ. ഞാൻ ആ അച്ഛന്റെ പേരും അഡ്രസ്സും തരാം, വെറുതെ ഒന്ന് പോയിട്ട് തലേന്ന് പിടിപ്പിച്ചോളാം. ഇനിമേ ഒരു സിനിമയ്ക്കുള്ള തീമാണ് ഒരു പക്ഷേ ഈ സാന്ദ്രയുടെ കുട്ടിയമ്മ എന്നുള്ള കഥാപാത്രം. വിജയ്, അനിയൻ ചോദിച്ചു തിയേറ്ററിൽ നിന്ന് ഇറങ്ങി ഓടിയ തിയേറ്ററിൽ നിന്ന് തുടങ്ങിയ ഓടി. അല്ല, അത് ഓടിയത് മാത്രമല്ല, ഒരു ആത്മഹത്യാ ശ്രമം കൂടെ നടത്തിയിട്ടുണ്ട്. ശരിക്കും അത് എന്നെ ഞാൻ ഭയങ്കര അറ്റാച്ച്ഡ് ആയിരുന്നു അച്ഛനും അമ്മയായിട്ട്. ഞാൻ 2ാമത്തെ കുട്ടിയാണ്, എൻ്റെ ബ്രദർ അനിയനാണ്, സിസ്റ്റർ ഉണ്ട്. ഭയങ്കര അറ്റാച്ച് എന്ന് പറഞ്ഞാൽ അച്ഛൻ ബിസിനസ് ആവശ്യങ്ങൾക്ക് ട്രാവൽ ചെയ്യാൻ പോലും സമ്മതിക്കില്ല. എവിടെ പോയാലും കൂടെ പോകണമെന്ന് പറഞ്ഞ് വാശി പിടിക്കും. അതുകൊണ്ട് സ്കൂള് വേണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അച്ഛൻ പോകുമ്പോൾ എന്നെ കൂടെ ഡൽഹിയിലും ലുധിയാനയിലൊക്കെ പല ബിസിനസ് ആവശ്യത്തിന് പോകുമ്പോൾ കൊണ്ടുപോകേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അതെനിക്ക് ഒരു സുഖം പിടിച്ച് ഞാൻ പിന്നെ തീരെ വിടാതെയായി. അങ്ങനെ എന്നെ മാത്രം ബോർഡിങ്ങിലാക്കാം എന്നുള്ള തീരുമാനം, അല്ലെങ്കിൽ ഇത് ഭയങ്കര ഡേഞ്ചർ ആവും എന്ന് പറഞ്ഞിട്ട് എന്നെ കൊല്ലത്ത് തന്നെ ഔട്ട്സ്കേർട്സിൽ ഒരു 10-40 കിലോമീറ്റർ അപ്പുറത്ത് ഒരു ബോർഡിങ്ങിൽ കൊണ്ടു നിർത്തി. ആ ബോർഡിങ്ങിൽ വെച്ചാണ് ആത്മഹത്യ ശ്രമം നടത്തിയത്. അതായത് ഒരു ദിവസം അവിടെ ഈ പ്രീസ്റ്റ് നടത്തുന്ന ഇതാണ്. അപ്പോൾ അവർ പുറകിൽ മുന്തിരിത്തോപ്പുണ്ട്, അവിടെ ഈ പന്നികളെ വളർത്തുന്ന സ്ഥലമുണ്ട്. അപ്പം ഞാൻ ഒരു ദിവസം ഒരു ചാൻസ് കിട്ടിയപ്പം വൈകുന്നേരം ഇറങ്ങി ഓടി എവിടം വരെ ഓടുമെന്ന് പറഞ്ഞിട്ട് ഓടി പോയി തിരിഞ്ഞു നോക്കിയാണ് ഓടിയത്. അവിടെ തെന്നിയിട്ട് ഈ പന്നികൾ അങ്ങോട്ട് തെന്നി വീണ്. അങ്ങനെ ഒരു 2 മണിക്കൂറോളം അവരുമായിട്ട് ഭയങ്കര ക്ലോസ് ആയി. അത് പിന്നെ ഞാൻ ഈ പോർക്കൊന്നും കാണുന്നത് തന്നെ എനിക്ക് അലർജിയത്. അതാണ് ആത്മഹത്യാ ശ്രമം. മദ്യമൊന്നും ചെയ്തില്ലേ വിജയ്? ഇല്ലല്ല, പിന്നെ വിളിച്ചു കൂവി ആരോ വന്നു. പന്നികൾക്ക് തന്നെ സിമ്പതി ആയിട്ടുണ്ട്. ഇത് ആരാണെന്നുള്ള അല്ല, എന്നെ കണ്ടാലും ഏകദേശം അതുപോലെ തന്നെ തടിച്ചുരുണ്ട്, വലിയ കുഴപ്പമൊന്നുമില്ല. പിന്നെ അതേപോലെ തന്നെ ഒരു ദിവസം ഇവര് ഒരു വീക്കെൻഡിൽ കൊല്ലത്ത് കുമാർ തിയേറ്ററിൽ കുട്ടികളെ സിനിമ കാണിക്കാൻ കൊണ്ട്. അപ്പോൾ ഇന്റർവെല്ലിന് ഞാൻ ഈ ചിന്നക്കട വന്നപ്പം ഈ സ്ഥലമൊക്കെ നമുക്ക് ഏകദേശം പരിചയമുള്ള പോലെ എനിക്ക് തോന്നി. അവിടെ നിന്ന് അങ്ങോട്ട് എനിക്ക് വഴി അറിയാവുന്നൊരു തോന്നില്ല. ഇന്റർവെല്ലായപ്പോൾ ഞാൻ പതുക്കെ അവിടെ നിന്ന് മുങ്ങി. ബസ്സിൽ പിള്ളേരെ തിരിച്ചു കയറ്റുമ്പോൾ 56 പിള്ളേർക്ക് ഒരു 55 ഉള്ളൂ, ഒന്നിനെ കാണുന്നില്ല. നോക്കിയപ്പോൾ ഞാൻ സത്യത്തിൽ ടോയ്ലറ്റിൽ അടിയിൽ പോയി ഒളിച്ചിരിക്കുകയാണ്. ഇവര് പോയിട്ട് പോവാന്നുള്ളതായിരുന്നു. പക്ഷെ പൊക്കിയിട്ട് ഞാൻ ഒരു സതീഷ് ബ്രദർ എന്നാണ് വിളിക്കുന്നത്, ഫാദറാണ് പുള്ളി, ഇപ്പൊ ഇറ്റലിയിലാണ്. പുള്ളിയുടെ റോപ്പിലൊക്കെ പിടിച്ച് വലിച്ച് എന്നെ വിടറാ. എനിക്ക് ഒരു 7 വയസ്സ്. അപ്പൊ ചെറിയ പ്രായത്തില് ബോർഡിങ്ങിൽ പോയി. അതിന്റെ എല്ലാ സ്വഭാവ ദൂഷ്യം വിജയിക്കുന്നുണ്ടല്ലേ? അതാ സാന്ദ്ര ഇപ്പൊ ആലോചിച്ചത്, വെറുതെ അല്ല ഇങ്ങനെയായി പോയതല്ല. ഞാനും ബോർഡിങ്ങിലായിരുന്നു. വെറുതെ അല്ല ഇങ്ങനെ ആയത്. സാൻഡ്രയ്ക്ക് വളരെ വേണ്ടപ്പെട്ട ഒരാൾ വരുന്നുണ്ട്. സാൻഡ്ര സെന്റ് തെരേസസിൽ +2 കഴിഞ്ഞിട്ട് ഡിഗ്രിക്ക് മദ്രാസിൽ പഠിക്കുന്ന സമയം എൻ്റെ ഫ്രണ്ടും എൻ്റെ പാർട്ണറുമായിട്ടുള്ള മോഹൻ എന്ന് പറഞ്ഞ ആളാണ് ലോക്കൽ ഗാർഡിയനായിട്ട് അവിടെ വെച്ചിരിക്കുന്നത്. ഞാൻ ദുബായിലാണ്. അപ്പം ഒരാഴ്ച കഴിഞ്ഞപ്പോൾ മോഹനായിട്ട് എന്നെ വിളിക്കുന്നു, അവിടെ കോളേജിലൊരു ഇഷ്യൂ ഉണ്ടായിട്ടുണ്ട്, സീനിയർ സ്റ്റുഡൻറ്റുമായിട്ടുള്ള പ്രശ്നമാണ്, ഞാൻ അങ്ങോട്ട് പോവുകയാണ്, പോയി കഴിഞ്ഞിട്ട് ഞാൻ വിളിച്ചു തോമസൂട്ടിയെ പറയാം, അത് കഴിഞ്ഞിട്ട് വരണമെന്നോ വേണ്ടതെന്നുള്ളത് ഞാൻ തീരുമാനിക്കാമെന്ന് പറഞ്ഞു. എന്താണെന്നുള്ള ഒരു വിഷയം എനിക്ക് ആ പാടെ ഒരു വല്ലാത്തൊരു വിഷമമായിപ്പോയി. എന്തായാലും ആ ഇഷ്യൂ എന്താണെന്ന് കേട്ടപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. അത് സാൻഡ്ര എന്താണെന്നുള്ളത് ഇപ്പം ഇവിടെ വെച്ച് പറയണം. എന്ത് സംഭവിച്ചു? കോളേജിൽ കലാപം ഉണ്ടാക്കിയോ? അല്ല, അത് കോളേജിൽ ചെന്നപ്പോ എൻ്റെ ഒരു സൂപ്പർ സീനിയർ എന്നെ അടിച്ചു. അടിച്ചപ്പോ ചെറിയ റാങ്കിങ് ഒക്കെ ഓക്കെ, അടി കിട്ടി കഴിഞ്ഞപ്പോ എനിക്ക് പിന്നെ ചുറ്റുമുള്ളതൊന്നും കണ്ടില്ല, ഞാനും തിരിച്ചടിച്ചു. ഇപ്പോൾ അതേ സ്വഭാവമായിരുന്നു. തിരിച്ചടിച്ചു. അടിച്ച് അപ്പൊ റാഗിങ് നടന്നു എന്ന് പറഞ്ഞിട്ടാണ് ലോക്കൽ ഗാർഡിയനെ വിളിപ്പിച്ചത്. അവിടെ വന്ന് കഴിഞ്ഞപ്പോ എനിക്കെന്തോ പറ്റിയെന്ന് വിചാരിച്ചിട്ടാണ് അവിടെ വന്നു കഴിഞ്ഞപ്പോ എന്റെ സൂപ്പർ സീനിയർ കോളറൊക്കെ ഇട്ട് നിൽക്കുക. അടിച്ച് തിരിച്ചു. ഒരാഴ്ചത്തേക്ക് കോളർ ഇട്ടാ നടന്ന്, കഴുത്തൊന്നും അനക്കാൻ മേലായിരുന്നു. അതുപോലെ ഞാൻ അടിച്ച് ഒരു പരിപാടി. വെറുതെ അല്ല വിജയ് ഇങ്ങോട്ട് മാറിയിരിക്കുന്നത്, ചെറിയൊരു ഡിസ്റ്റൻസ് അല്ല. അടിച്ചു കഴിഞ്ഞപ്പോ പിന്നെ വേറെ ചെറുതൊക്കെ ആണെങ്കിൽ ഓക്കെ, പക്ഷെ അടിച്ചു കഴിഞ്ഞപ്പോ എനിക്ക് ദേഷ്യം വന്നു. പിന്നീട് ആ ചേച്ചിയായിരുന്നു എന്റെ ബെസ്റ്റ് ഫ്രണ്ട്. പിന്നെ ഒരു റാഗിങ്ങും ഉണ്ടായിട്ടുമില്ല. സാന്ദ്രയെ കുറിച്ച് അങ്ങനെ ഒരുപാട് അഭിപ്രായങ്ങളുള്ള ആൾക്കാരുണ്ട്. അതിൽ ഒരാളെയും കൂടെ കൊണ്ടുവന്ന ശേഷം വിജയിലേക്ക് വരാം. ഒരാളിങ്ങനെ വെമ്പിതിപ്പെട്ടു. ഹായ് സാൻഡ്ര, ഞങ്ങളുടെ പ്രിയപ്പെട്ട മോളാണിത്. ഹോസ്റ്റലിലായിരുന്നപ്പോൾ
ഇവിടെ കാണിച്ചു കൂട്ടിയ വികൃതികളൊക്കെ ഇല്ലേ, ഇപ്പോഴും അത് മനസ്സിലൊക്കെ ഓർക്കുന്നുണ്ടോ? അടികപ്പേരെ കൂട്ടമണി കണ്ടപ്പോൾ ഞാൻ ചില കാര്യങ്ങളൊക്കെ ഓർത്തു. പക്ഷെ ഇപ്പം ഞാനതിവിടെ പറയുന്നില്ല, മോള് പറഞ്ഞു കൊടുത്താൽ മതി. പിന്നെ ഒരു ചോദ്യം മിസ്സിന് ചോദിക്കാനുണ്ട്. ഈ സിനിമയുടെ തിരക്കിട്ട ജീവിതത്തിൽ പോകുമ്പോഴും നമ്മുടേതായൊരു കൊച്ചു ജീവിതം നമുക്ക് കെട്ടിപ്പടുക്കണ്ടേ? അതെന്താ ഇത്രയും വൈകിടതെന്നാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും ചോദിക്കാനുള്ളത്. ഒരാളുടെ ജീവിതം ദുരിതപൂർണ്ണമാക്കാൻ വേണ്ടിയുള്ളൊരു വഴി പറഞ്ഞു കൊടുക്കുകയാണ്. സാന്ദ്ര, ഇത്രയും പേരെ എങ്ങനെ അണിനിരത്തി? ഇതെന്റെ സെന്റ് ജോസഫിലെ ടീച്ചേഴ്സ് ആണ്. നടുക്ക് നിൽക്കുന്ന അന്നക്കുട്ടി മിസ് അവിടുത്തെ ഹെഡ് മിസ്ട്രസ് ആണ്. 7 ടീച്ചർമാരെ വിജയം നമുക്ക് ഇതുവരെ സംഘടിപ്പിക്കാൻ പറ്റില്ല. എത്ര പൈസ മുടക്കി? ഞാൻ അത്യാവശ്യം നൊട്ടോറിയസ് ആയിട്ടുള്ള ഒരാളായിരുന്നു. സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ടീച്ചേഴ്സിനൊക്കെ ഭയങ്കര സ്നേഹമാണ്. പഠിക്കുകയും ചെയ്യായിരുന്നു, പിന്നെ കലാപരിപാടികളും ഒക്കെ ഉണ്ടായിരുന്നതുകൊണ്ട് ടീച്ചേഴ്സിനൊക്കെ വലിയ സ്നേഹമായിരുന്നു. ഇതെന്ന് പറഞ്ഞാൽ ഹോസ്റ്റലിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഒരു ടീച്ചറിൻ്റെ അടുത്ത് തന്നെ പോയി, എനിക്ക് മാത്സ് ഭയങ്കര പ്രോബ്ലമാണ്. അപ്പം ആ ടീച്ചറിൻ്റെ അടുത്ത് തന്നെ ഒരു പ്രാവശ്യം പോയി, എനിക്ക് പറയാൻ ഒന്നുമില്ല. അവസാനം ഞാൻ പറഞ്ഞത് എൻ്റെ പപ്പയും മമ്മിയും ഡിവോഴ്സ് ആവുകയാണ്, എൻ്റെ സിസ്റ്ററിന് തീരെ സുഖമില്ലാത്ത കുട്ടിയാണ്, അങ്ങനെ സെൻറ്റിമെൻറ്റ്സ് പറഞ്ഞൊക്കെ ഞാൻ ഒരുപാട്, അവർക്കൊക്കെ അറിയാം ഞാൻ കള്ളത്തരം പറയാണെന്ന്. പക്ഷെ എന്നാലും എല്ലാ നമ്പറും കയ്യിലുണ്ട്. വെറുതെ അല്ല, വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു കരിയർ ബിൽഡപ്പ് ചെയ്യാൻ പറ്റിയത്. ഞാൻ ആദ്യം സാൻഡ്രയെ പരിചയപ്പെട്ട് ഫസ്റ്റ് സിനിമ ഞങ്ങൾ ഒരുമിച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ദിവസം ഞാൻ ആക്ടിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് ഉഗാണ്ടയിലാണ് കണ്ടായിരുന്നു. അപ്പോൾ എനിക്കൊന്ന് ഏതോ ആനോ ആർക്കൊണ്ടോ ക്യാരവൻ വേണം എന്ന് പറഞ്ഞിട്ട് നിർബന്ധം. അപ്പോൾ ഞങ്ങൾക്ക് അന്ന് പുതിയ കൊച്ചു സിനിമ റിമയ്ക്ക് ക്യാരവൻ അർജൻറ്റായിട്ട് വേണമെന്ന് പറഞ്ഞിട്ട് സൺഡേ ആണ്. അപ്പോൾ ക്യാരവൻ ഇല്ല എന്ന് പറഞ്ഞിട്ട് സാൻഡ്ര കാരവൺ ഇടപാട് ഇന്ന് പെട്ടെന്ന് എനിക്ക് കോളാ വരുന്നത്. തൻ്റെ പാർട്ട്ണർ ഒരു വലിയ കാരവൺ ഓടിച്ച് വയറ്റിലേക്ക് കൂടെ പോകുന്നു. അതായത് കാരവൺ ഉണ്ട്, ഡ്രൈവർ ഇല്ല, അത് ഡ്രൈവർ ചേർത്തലയിലാണെന്ന് പറഞ്ഞപ്പോൾ അത് കുഴപ്പമില്ല ഞാൻ എടുത്തോളാന്ന് പറഞ്ഞു. ഞാൻ വലിയ കാരവണും ഓടിച്ച് പ്രൊഡ്യൂസർ, ഞാൻ പറഞ്ഞു സാൻഡ്രയോ കാരവണോ? അത് ഓടിച്ചോണ്ട് പോയിട്ടുണ്ട് ആലപ്പുഴക്ക്. സാൻഡ്ര അങ്ങനെ ആയിരിക്കണം. വിജയബാബു, ഇപ്പം നിങ്ങളുടെ സുഹൃത്ത് ചോദിച്ചൊരു ചോദ്യമുണ്ട്. ഈ സാജിദ് ചോദിച്ചത്. അതെ, സാജിദ് ചോദിച്ചു. പലപ്പോഴും ഞാൻ അത് എക്സ്പ്ലെയിൻ ചെയ്യണമെന്ന് വിചാരിച്ചിട്ടുണ്ട്. അതാണ് ആ ചോദ്യം പറഞ്ഞത്. നമ്മൾ പുതിയ ഡയറക്ടേഴ്സിനെയും പുതിയ ടെക്നീഷ്യൻസിനെയും ഇൻട്രൊഡ്യൂസ് ചെയ്യണമെന്ന് ആഗ്രഹിച്ച് ചെയ്യുന്നതല്ല. ഒരുപാട് കഥകൾ കേൾക്കാറുണ്ട്. ഞങ്ങൾ ഒരു സീനിയർ ഡയറക്ടറിന്, ഞങ്ങൾ ചിലപ്പോൾ പുതിയ ഡയറക്ടറുമായിട്ട് കംഫർട്ടബിൾ ആയിരിക്കും. ബിക്കോസ് ഞങ്ങൾ സിനിമ ചെയ്യുന്നത് ഒരു ഇൻവെസ്റ്റ്മെൻറ്റ്, റിട്ടേൺ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്നുള്ള രീതിയിൽ മാത്രം, ഒരു ബിസിനസ്സായിട്ട് മാത്രമല്ല, നമ്മുടെ ഒരു പാഷനും കൂടെയാണ് സിനിമ എന്ന് പറയുന്നത്. ഇപ്പം ഇത്രയും നാൾ പൈസ ലാഭമൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. അത് നമ്മുടെ എക്സ്പീരിയൻസ് കൊണ്ട് വരുന്നതായിരിക്കാം. അത് മാത്രമല്ല കാര്യം, ഞങ്ങൾക്ക് അതിൻ്റെ ഓരോ ഘട്ടത്തിലും ഞങ്ങളും കൂടെ എൻജോയ് ചെയ്ത് സിനിമ ചെയ്യാനാണ് ആഗ്രഹിക്കുന്നത്. ഒരു ഇൻവോൾവ്മെന്റ്. ആ ഇൻവോൾവ്മെന്റ് ഇല്ലെങ്കിൽ നമ്മുടെ ഒരേ ജോലി സിനിമ എന്നുള്ളതാണ്. ഇപ്പം ഒരു ജോലി ചെയ്യുമ്പോൾ അതിൽ ഫോക്കസ് ചെയ്യാണ്. അല്ലാതെ ഒരു ഡയറക്ടർക്ക് പൈസ കൊടുത്തു, ആക്ടർക്ക് പൈസ കൊടുത്തു, ക്യാമറമാന് പൈസ കൊടുത്തു, ഇനിയിപ്പോൾ ഫസ്റ്റ് കോപ്പി വരുമ്പം ഒരു പ്രൊഡ്യൂസർ എന്ന രീതിയിൽ നമ്മളൊരു കാറിൽ വന്നു ഇരുന്നു, സ്റ്റുഡിയോയിലിരുന്ന് കണ്ടു, ആ കൊള്ളത്തില്ല, അങ്ങനെ പറയാൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നേ ഇല്ല. ഓരോ ഘട്ടത്തിലും അതിൻ്റെ കഥ തൊട്ട്, തിരക്കഥ തൊട്ടിട്ട് കഥയിൽ കറക്ഷൻ വരുത്തും, തിരക്കഥയിൽ കറക്ഷൻ വരുത്തും. ഫ്രെയിം ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡയറക്ടർ ഓക്കെ പറഞ്ഞാലും ഞങ്ങൾക്ക് ഫ്രെയിം ഇട്ടില്ലെങ്കിൽ ഞങ്ങൾ റീഷൂട്ട് ചെയ്യും. ഒരു സാധാരണ പ്രൊഡ്യൂസർ ആകാൻ താല്പര്യമില്ല. അതുകൊണ്ട് അത് ചിലപ്പം ആ കംഫർട്ട് നമുക്ക് കിട്ടുന്നത് പുതിയ ടെക്നീഷ്യന്മാരിലും പുതിയ ഡയറക്ടേഴ്സിലും ആയിരിക്കും എന്നുള്ളത് കൊണ്ടാണ് അത് ഓട്ടോമാറ്റിക്കലി പുതിയ ആൾക്കാരുമായിട്ട് വർക്ക് ചെയ്യേണ്ടതായിട്ട് വരുന്നത്. ഇപ്പം ചിലപ്പോൾ ഞങ്ങൾക്ക് ഒരു സീനിയർ ഡയറക്ടറിൻ്റെ അടുത്ത് അത് പറയാൻ പാടില്ല നമ്മൾ. അതേ ഒരുപാട് പക്ഷേ ഈ പറഞ്ഞ മീഡിയയിൽ നിന്നിട്ട് നമ്മൾ ചില കഥയും സ്ക്രിപ്റ്റും മറ്റ് കേൾക്കുമ്പോൾ അതിനോടുള്ള നമ്മുടെ പ്രതികരണമായിരിക്കാൻ വേണമെങ്കിൽ ഈ ഒരു ട്രാക്കിലേക്ക് പോകാൻ നമ്മളെ ഡെഫിനറ്റ്ലി എന്താണ് നമ്മൾ ഓഡിയൻസ് ആണ് നമ്മുടെ മനസ്സിലുള്ളത്. അതെ, ഞാൻ പറഞ്ഞില്ല, ഈ TRP റേറ്റിംഗ് ഒരുപാട് നമ്മൾ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഇത് വർക്കാവും, ഇത് വർക്കാവില്ല, നമുക്ക് ഓരോ ആഴ്ചയിൽ ഒരു ട്വിസ്റ്റ് വേണം, ഇതൊരു ട്വിസ്റ്റ് വേണം, ടേൺ വേണം, ഇങ്ങനെ ആയിരിക്കണം, ഇന്റർവൽ പഞ്ച്, ഇങ്ങനെ ക്ലൈമാക്സ് ഉണ്ടെങ്കിൽ വർക്ക് ആവുള്ളൂ എന്നുള്ളത് നമുക്ക് ചിലപ്പം. എനിക്ക് തോന്നുന്നു വിജയുടെ ആ ഒരു കരിയർ ചേഞ്ചിനെ കുറിച്ച് പറയാൻ താല്പര്യമുള്ള ഒരാൾ നമ്മുടെ ഒപ്പം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. നോക്കട്ടെ ആരാണ്. ആദ്യം വിജയബാബുവിൻ്റെ അടുത്താണ് എനിക്ക് ചോദിക്കാനുള്ളത്. വിജയബാബു എന്നെപ്പോലെ ഒരുപാട് ജോലികൾ ചെയ്യുന്ന ഒരാളാണ്. സിനിമാ നടൻ, നാടകം, TV, സ്റ്റേജ് ഷോസ്. എന്നാൽ ഞാൻ സിനിമ മുറുകെ പിടിച്ചിട്ടാണ് ഇതെല്ലാം ചെയ്യുന്നത്. പക്ഷേ വിജയബാബുവിനെ സംബന്ധിച്ചിടത്തോളം ഇവൻറ്റ് മാനേജ്മെൻറ്റ് ദുബായിൽ ഈ ഷാറുഖ് ഖാൻ ഉൾപ്പെടെയുള്ള വലിയ ഹിന്ദി സ്റ്റാർസിനെ കൊണ്ടുവന്നിട്ട് വലിയ സക്സസ്ഫുൾ പ്രോഗ്രാംസ് ചെയ്ത് സക്സസ്ഫുള്ളായി നിന്ന ഒരാളാണ്. പെട്ടെന്ന് വന്നിട്ട് ഒരു ചാനലിൻ്റെ ഒരു ഹെഡായിട്ട് വരുന്നു. ഇവൻറ്റ് മാനേജ്മെൻറ്റ് വിട്ടിട്ടാണ് വരുന്നത്.
അതൊരു ഭയങ്കര റിസ്ക് ആയിട്ടുള്ള ഒരു വരവാണ്. പിന്നെ അത് വളരെ സക്സസ്ഫുള്ളായിട്ട് ചെയ്തിട്ട് അത് ടോട്ടൽ അതിന് ഗുഡ് ബൈ പറഞ്ഞിട്ട് ഒരു പ്രൊഡക്ഷൻ കമ്പനി തുടങ്ങുന്നു. അതിനോടൊപ്പം തന്നെ അഭിനയത്തിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. ഇതെല്ലാം ശരിക്കും പുതിയ പുതിയ മേഖലകളാണ്. അപ്പോൾ അതിൻ്റെ ഒരു റിസ്ക് ശരിക്കും എൻജോയ് ചെയ്യാൻ വേണ്ടിയാണോ, അതല്ല അബദ്ധത്തിൽ ഇങ്ങനെയൊക്കെ ആയിപ്പോയതാണോ, അതിൽ കുറച്ച് ത്രില്ലുണ്ടോ, എന്താണ് അങ്ങനെയുള്ള ഒരു വലിയ മാറ്റത്തിനൊക്കെ വരുന്ന തരത്തിൽ ജീവിതം വരുന്നത്? സത്യമാണ്. വിജയ്, എനിക്ക് തോന്നുന്നു നല്ലൊരു ചോദ്യം. എന്താ കാരണം എന്ന് വെച്ചാൽ എപ്പോഴും ഒരു ആശങ്കയുടെ തലം ഉണ്ടാവും. ഒരു കംഫർട്ടബിൾ ആയിട്ട് ടെറൈൻ വിട്ടിട്ട് വേറൊരു ഏരിയയിലേക്ക് നമുക്ക് പോകാൻ വേണ്ടി ഒരു കമ്പനി മാറുമ്പോൾ തന്നെ നമുക്ക് ഉണ്ടാകുന്ന ഒരു അനിശ്ചിതത്വമുണ്ട്. മുകേഷ് ഏട്ടൻ പറഞ്ഞു, എനിക്ക് സിനിമയിലുള്ള ഏറ്റവും അടുത്ത സുഹൃത്ത് ബന്ധത്തിൽ ഒരാളാണ് മുകേഷ്, സൂര്യ TV എന്നുള്ള ബന്ധം. ഈ ചോദ്യം എൻ്റെ അടുത്ത് എൻ്റെ അമ്മ കൃത്യമായിട്ട് ചോദിച്ചു. ഞാൻ സ്റ്റാർ TV ജോയിൻ ചെയ്തിട്ട് ഞാൻ ഒരു സുപ്രഭാതത്തിൽ എനിക്ക് ബെസ്റ്റ് എംപ്ലോയി ഓഫ് ന്യൂസ് കോർപ്പറേഷൻ, സാറും കൂടെ വർക്ക് ചെയ്തിട്ടുള്ള കമ്പനിയാണ്, ജെയിംസ് മുഡോക്കിൻ്റെ കയ്യിൽ നിന്ന് അവാർഡ് വാങ്ങിക്കുന്നതിൻ്റെ 3-ാം ദിവസമാണ് ഞാൻ റിസൈൻ ചെയ്തത്. എൻ്റെ അമ്മ ചോദിച്ചിട്ടുണ്ട്, നീ ഇത്രയും വലിയൊരു കമ്പനി, ഞാൻ ദുബായിക്ക് പോവാണെന്നാണ് പറഞ്ഞത്. അവിടെ മീഡിയ സിറ്റി എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് തുടങ്ങുന്നുണ്ട്, അവിടെ പോയി ഞാൻ ബിസിനസ് ചെയ്യാൻ പോവാണെന്ന് പറഞ്ഞു. ഒരിക്കലും പോകരുതെന്ന് പറഞ്ഞു. ഞാൻ പോയി ദുബായിൽ മാക്സ് മീഡിയ എന്ന് പറഞ്ഞ കമ്പനി ലോഞ്ച് ചെയ്തു. മുകേഷ് ഏട്ടൻ പറഞ്ഞ പോലെ ഈവൻറ്റ് മാനേജ്മെൻറ്റാണ് തുടങ്ങുന്നത്. ഷാറുഖ് ഖാൻ്റെ സീ സിനി അവാർഡ്സും ടെംപ്റ്റേഷൻസും തമിഴ് ഇൻഡസ്ട്രിയെ ഫുള്ള് കൊണ്ടുപോയി നടികർ സംഘത്തിൻ്റെ ഈവൻറ്റും ദുബായിലെ ഏറ്റവും സക്സസ്ഫുൾ ഈവൻറ്റ്, ഏറ്റവും വലിയ ഈവൻറ്റ്സ് എല്ലാം മാക്സ് മീഡിയയുടെ പേരിൽ എഴുതി കഴിഞ്ഞിട്ട് അതിന് ശേഷമാണ് ഏഷ്യാനെറ്റിൻ്റെ റൈറ്റ്സ് എടുക്കുകയും ഏഷ്യാനെറ്റിൽ ജോയിൻ ചെയ്യും, ZTV, ഏഷ്യാനെറ്റ്. അപ്പം ഓരോ ഘട്ടത്തിൽ ഞാൻ ദുബായ് പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ എനിക്ക് ദുബായ് ബോറടിച്ചു. അതിന് റീസണിങ്സ് ഉണ്ട്, അതിന് റീസൺ ഉണ്ട്, എനിക്ക് വ്യക്തമായ റീസൺ ഉണ്ട് എന്തുകൊണ്ട് ഞാൻ ദുബായ് വിട്ടു എന്നുള്ളത്. പക്ഷെ ഞാൻ ദുബായ് വിടാൻ നേരത്ത് എൻ്റെ അമ്മയൊക്കെ പറഞ്ഞു, ഇത്രയും നന്നായി പോയിക്കൊണ്ടിരിക്കുന്നു, നീ ഇന്ന് ദുബായ് ഇന്ത്യയിൽ വന്നിട്ട് ഇവിടെ എന്ത് ചെയ്യാനാണ്, അവിടെ ദുബായിൽ നിന്ന് പോയത്, വൈഫ് പറഞ്ഞു, എല്ലാവരും പറഞ്ഞു. പക്ഷെ ഞാൻ ദുബായ് വിട്ട് എൻ്റെ കമ്പനി സെല് ചെയ്തു. 20,000 ദിറംത്തിന് തുടങ്ങിയ കമ്പനി ഞാൻ $1.5 million വിൽക്കുന്നത്. അത് വിറ്റു. അവിടെ കുറച്ച് ക്രെഡിറ്റ്സ് ഉണ്ടായിരുന്നു, അതെല്ലാം കൊടുത്തു. ഞാൻ തിരിച്ചു വന്നിട്ട് എന്ത് ചെയ്യണമെന്ന് പറയുമ്പോൾ ചാനൽ ജോയിൻ ചെയ്യുന്നു. ഇവിടെ ഇന്ത്യൻ ചാനലുമായിട്ട് എനിക്ക് യാതൊരു ബന്ധമില്ല. ഞാൻ 8 വർഷത്തോളം ദുബായിൽ നിന്നിട്ട് ഇവിടെ വന്ന് ഇന്ത്യയിൽ ജോയിൻ ചെയ്യുന്നു. അതിനുശേഷം അതെല്ലാം വിട്ട് പ്രോഗ്രാമിംഗ് വരുന്നു. അതിനുശേഷം ഒരു സുപ്രഭാതത്തിൽ റൈറ്റേഴ്സ് ബ്ലോക്ക് എന്നൊക്കെ പറയുന്ന പോലെ ക്രിയേറ്റീവ് ബ്ലോക്ക് വരുന്നു. ഇനി ഒന്നും ചെയ്യാനില്ല. വിഷു, നമ്മുടെ ആ ലൈഫ് റിവോൾവ്സ് അറൗണ്ട് വിഷു, ഓണം, ക്രിസ്മസ്. ഇപ്പം ക്രിസ്മസ് കഴിഞ്ഞ ഉടനെ വിഷുവിൻ്റെ പ്രോഗ്രാമിങ്ങിലേക്ക് പോയി, അത് കഴിഞ്ഞാൽ ഓണം ഇതായി, അത് കഴിഞ്ഞ ഉടനെ ക്രിസ്മസ് ദീപാവലിയായി, പിന്നെയും വിഷുവിലേക്ക് പോകും. ഈ 10-12 വർഷം വിഷു ഓണം ക്രിസ്മസ് ചെയ്ത് മതിയായപ്പോഴാണ് ഇനി സ്വന്തമായിട്ട് എന്തെങ്കിലും ചെയ്യുക എന്നുള്ള. അതിപ്പോഴും സൂര്യ TV വിടാൻ പോകുന്നപ്പോഴും എൻ്റെ അമ്മ പറഞ്ഞു, ഇത്രയും വലിയൊരു പൊസിഷനിലിരിക്കുന്നത് വിട്ടിട്ട് സിനിമയിൽ പോന്നു, ഇനി സിനിമയിൽ ഇനി എന്ത് ചെയ്യാനാണ്? പ്രൊഡ്യൂസർ, അയ്യോ നിന്റെ അച്ഛനും കൂടെ പൈസ കൊണ്ട് കളഞ്ഞാൽ ഇനി ഫുള്ള് കൊണ്ട് കളഞ്ഞ അങ്ങനെ. പക്ഷെ അതിലും ദൈവം സഹായിച്ച് ഇവിടെ വരെ. ദൈവം സഹായിച്ചല്ല, സാന്ദ്ര സഹായിച്ചിട്ട്. അല്ല, ഇറ്റ്സ് എ കോൺഫിഡൻസ്. ഞാൻ സാന്ദ്രയെ കുറിച്ച് ചോദിച്ചപ്പോൾ ഒരാൾ പറഞ്ഞു, ഇവിടെ കറൻസി നോട്ടുകൾക്ക് ജീവൻ ഉണ്ടായിരുന്നെങ്കിൽ പീഡനത്തിന് എത്രയോ കേസുകൾ സാന്ദ്രക്കെതിരെ അവർ കൊടുക്കുക. അപ്പോൾ എനിക്കൊന്നും മനസ്സിലായി, ഇത് ഭയങ്കര അബ്സ്ട്രാക്ട്. ഒരു 1000 രൂപ കയ്യിൽ നിന്ന് ഇറങ്ങണമെങ്കിൽ ഇങ്ങനെ പീരിച്ച് അതിനെ പീഡിപ്പിച്ചിട്ട് ശേഷം കൊടുത്തിട്ട് 100 രൂപ ആയാൽ പോലും അറിയാതെ തിരിച്ചു വായിക്കും. സാന്ദ്ര ശരിയാണ്. അല്ല, ഒരിക്കലും സാൻഡ്ര എന്ന് പറയുന്ന വ്യക്തിയെ ഞാൻ പരിചയപ്പെട്ടില്ലായിരുന്നുവെങ്കിൽ ഞാൻ ഒരു സക്സസ്ഫുൾ പ്രൊഡ്യൂസിങ്, ഞങ്ങളുടെ കോമ്പിനേഷനാണ് വർക്കായിട്ടുള്ളത്. ഓക്കെ, ഒരാൾ അതിനെക്കുറിച്ച് പറയാൻ വേണ്ടി വരുന്നുണ്ട്. ഹായ് വിജയേട്ടാ, സാൻഡ്ര മാഡം. എനിക്ക് തോന്നുന്നു എന്നെ ഏറ്റവും കൂടുതൽ വണ്ടടിപ്പിച്ചിട്ടുള്ളതായിരുന്നു വെച്ചാൽ രണ്ട് ടൈപ്പ് ആൾക്കാരായിരുന്നു. എനിക്ക് കണ്ടപ്പോഴും തന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയ ചെറിയ വഴക്കുകൾ, കാര്യങ്ങൾ വെച്ചാൽ രണ്ടുപേർ തിരിഞ്ഞു നിന്നാൽ എങ്ങനെ ഉണ്ടാവും, അതുപോലെയായിരുന്നു രണ്ടുപേരുടെ സ്വഭാവം. ഈ പറഞ്ഞ പോലെ ഭയങ്കര ഡിപ്ലോമാറ്റ് ആയിട്ടുള്ള വിജയേട്ടനം എന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ എല്ലാ കാര്യത്തിനും പെട്ടെന്ന് റിയാക്ട് ചെയ്യുന്നു, എന്ന് വെച്ചാൽ റെസ്പോണ്ട് ചെയ്യുന്നൊരു സാൻഡ്ര. അപ്പം ഞാൻ വെച്ചാൽ ഇവർക്കിടയിൽ എങ്ങനെയാണ് ഈ പറഞ്ഞ പോലെ ഇങ്ങനൊരു ഇവരെങ്ങനെ സുഹൃത്തുക്കളായി, ഇവരെങ്ങനെ പാർട്ട്നേഴ്സായി എന്നൊക്കെ ഞാനും അജുവൊക്കെ ഇങ്ങനെ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ ഈ പറഞ്ഞ പോലെ ഷൂട്ടൊക്കെ കഴിഞ്ഞ് കുറേ ദിവസങ്ങളൊക്കെ കഴിയുമ്പോഴാണ് ഇവർക്കിടയിലുള്ള ബോണ്ടിങ്, അല്ലെങ്കിൽ ഇവർക്കിടയിലുള്ള കോമൺ ഇൻട്രസ്റ്റ് എന്ന് വെച്ചാൽ കുറേ സിനിമ തൊട്ട് അല്ലെങ്കിൽ പാട്ട്, അവർക്കിടയിലുള്ള കുറേ കാര്യങ്ങൾ, ഈ പറഞ്ഞ കുറേ കോമൺ ആയിട്ടുള്ള കുറേ കാര്യങ്ങളാവാം ഞങ്ങൾ ആലോചിച്ചിട്ടുണ്ട്. ഈ പറഞ്ഞ ഇവർക്കിടയിലുള്ള ഇത്രയും ഒരു സ്ട്രോങ് ആയിട്ടുള്ളൊരു ബോണ്ടിങ്ങിന് കാരണം. അപ്പോൾ എനിക്ക് ചോദിക്കാനുള്ളൊരു കാര്യമാണ് വെച്ചാൽ, ഇപ്പോൾ ഉള്ള കുറേ ഈ പറഞ്ഞ പോലെ കാലത്ത് പറഞ്ഞ ഫ്രണ്ട്ഷിപ്പിനൊന്നും കാണുന്നു, സുഹൃത്തുക്കൾ കാണുന്നു. ഇപ്പം നിങ്ങൾ എത്രയോ വർഷങ്ങളായിട്ട് സുഹൃത്തുക്കളാണ്, ഒരുമിച്ച് ഇത് ചെയ്യുന്നു, എന്താ പറയണ്ടത്, പാർട്ട്നേഴ്സാണ്. അപ്പോൾ എന്താണ്
നിങ്ങളുടെ ദ സക്സസ് ഫോർമുല ഫോർ ദിസ് ഫ്രണ്ട്ഷിപ്പ്? എനിക്കൊന്ന് ഇതേ ചോദ്യം ചോദിക്കാൻ വേണ്ടി ഒരാളും കൂടെ വരുന്നുണ്ട്. മൂപ്പരെ കൂടെ നമുക്ക് ചോദിപ്പിച്ച് വിടണം, അതല്ലെങ്കിൽ കുടുംബത്തിൽ കലഹം ഉണ്ടാവും. വിജയിയോട് ഒരു ചോദ്യമുണ്ട്. വിജയ് എന്തുകൊണ്ടാണ് ഫിലിം ഇൻഡസ്ട്രിയിൽ വിജയ്ക്ക് ഇത്രയും ആൾക്കാരൊക്കെ പരിചയമുണ്ട്, ഈ ഫിലിം ഇൻഡസ്ട്രിയിൽ എല്ലാവരെയും അറിയാം വിജയ്ക്ക്, എന്തുകൊണ്ടാണ് സാൻഡ്രയായിട്ട് ഇങ്ങനെ ഒരു പാർട്ണർഷിപ്പിൽ ഒരു ബിസിനസ് തുടങ്ങാനായിട്ട് എന്താണ് കാരണം? രണ്ട് സ്പഷ്ടമായ ചോദ്യം. നിങ്ങൾക്കിടയിലുള്ള കെമിസ്ട്രി എന്താണ്? എന്താണ് ആ USP? ഞാൻ പറഞ്ഞ പോലെ ഞങ്ങളുടെ ഓപ്പോസിറ്റ് ക്യാരക്ടേഴ്സ് തന്നെയാണ് ഈ കെമിസ്ട്രിക്കും ഇത്രയും നാളത്തുള്ള അസോസിയേഷന് കാരണം. എൻ്റെ സ്ട്രെങ്ത് എന്താണോ അതാണ് സാൻഡ്രയുടെ വീക്ക്നെസ്, എൻ്റെ വീക്ക്നെസ് എന്താണോ അതാണ് സാൻഡ്രയുടെ സ്ട്രെങ്ത്. അപ്പം ഞങ്ങൾ സർക്കമെന്റ് ചെയ്ത് പോകുന്നു എന്നുള്ളതാണ്. ഞാനൊരു പ്രൊഡക്ഷൻ കമ്പനി തുടങ്ങണമെന്ന് ആഗ്രഹിക്കുമ്പോൾ സാൻഡ്ര അതേ കാര്യം പാരലി ആലോചിച്ചുകൊണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ ഞാനാണ് അതിന് റീസൺ. സാൻഡ്ര അഡ്വർടൈസിംഗിൽ നിന്നും പ്രൊഡക്ഷനിലേക്ക് ഇറങ്ങാനുള്ള റീസൺ. സാൻഡ്രയൊക്കെ സ്ലോട്ടൊക്കെ എടുത്ത് മറിച്ചു വിറ്റ് ഒരുപാട് പൈസ ഉണ്ടാക്കിക്കൊണ്ടിരുന്ന സമയമായിരുന്നല്ലോ. സാൻഡ്ര സ്ലോട്ട് എടുത്ത് പ്രോഗ്രാം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതേപോലെ ഒരു കോൺസെപ്റ്റുമായിട്ട് എൻ്റെ അടുത്ത് വന്നപ്പോഴാണ് ഇതിനെ ഒന്ന് ഒഴിവാക്കണമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ പറഞ്ഞത് ഈ സ്ലോട്ടൊക്കെ ഭയങ്കര നഷ്ടമാണ്, ഇപ്പൊ സ്ലോട്ടൊന്നും എടുത്തിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. പക്ഷെ സാധനക്ക് നഷ്ടമായിരുന്നില്ല. ഇന്ന് വരെ പൈസ കളഞ്ഞിട്ടില്ല. പൈസ കളഞ്ഞിട്ടില്ല. അപ്പൊ ഞാൻ പറഞ്ഞു ഒരു കാര്യം, ഇപ്പൊ സിനിമയ്ക്ക് നല്ല സമയമാണ്, പോയി നല്ലൊരു ആർട്ടിസ്റ്റിന്റെ ഡേറ്റും എടുത്ത് നല്ലൊരു കഥയുമായിട്ട് വാ, നമുക്ക് അപ്പം ആലോചിക്കാം. നല്ല കഥയാണ്, ഞാൻ സാറ്റലൈറ്റ് ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞിട്ട് പോയപ്പോൾ ഞാൻ പറഞ്ഞു കഴിഞ്ഞ് ഇവരുടെ ഡേറ്റ് ഒക്കെ വാങ്ങിച്ചിട്ട് ഇനി എപ്പോൾ വരാനാ, എങ്ങനെ പോയാലും ഒരു പ്രോജക്റ്റ് ഉണ്ടാക്കി വരുമ്പോൾ ഒരു 6 മാസം എടുക്കുമല്ലോ, അപ്പം നോക്കിയാൽ മതിയല്ലോ എന്ന് പറഞ്ഞിരിക്കുമ്പോഴാണ് കറക്റ്റ് 7 ദിവസം കഴിഞ്ഞപ്പം ഫഹദ് ഫാസിലും ലിജിൻ എന്ന് പറയുന്ന ഡയറക്ടറും നജീം കോയ എന്ന് പറയുന്ന ഡയറക്ടറുമായിട്ട് വരും. ഫഹദ് അന്ന് 22 ഫീമെയിൽ കോട്ടയും ഡയമണ്ട് നെക്ലസും ചെയ്ത് കത്തി നിൽക്കുന്ന സമയം ഫഹദ് ഫാസിലിന്റെ ഡേറ്റ് ഞാൻ വിശ്വസിച്ചില്ല. അപ്പോഴാണ് ഫഹദിന്റെ കോൾ വരുന്നത്, നല്ല കഥയാട്ടോ, ഞാനത് ചെയ്യാൻ തീരുമാനിച്ചു. ലിജിൻ എൻ്റെ പഴയ ഫ്രണ്ടാണ്. ഫഹദിന്റെ ഫ്രണ്ടിനെ കണ്ടുപിടിച്ച് ഫഹദിന് ഇഷ്ടപ്പെട്ട ഒരു കഥ കണ്ടുപിടിച്ച് പെട്ടെന്ന് ഡേറ്റും എടുത്ത് റെഡിയായി വന്നിരിക്കുകയാണ് സാൻഡ്ര. അപ്പൊ എനിക്ക് അതിനകത്തൊരു എഫിഷ്യൻസി അവിടെ അതൊന്ന് സ്പർശിച്ചു. അതായത് പല പ്രൊഡ്യൂസേഴ്സും അന്ന് ഫഹദിന്റെ ഡേറ്റിന് വേണ്ടി കാത്തിരിക്കുന്ന ഒരു സമയത്ത് പെട്ടെന്ന് തന്നെ ഒരു പ്രോജക്റ്റ് ആയിക്കൊണ്ടുവരിക, വളരെ സിമ്പിൾ ആയിട്ടുള്ള ഗ്രാമീണ ഒരു സബ്ജക്റ്റ് ആയിക്കൊണ്ടുവരിക. ഞാൻ ഒരു പ്രൊഡക്ഷൻ കമ്പനി തുടങ്ങാൻ പ്ലാൻ ചെയ്യുന്നു. ഇവര് ഫ്രൈഡേ കഴിഞ്ഞിട്ട് പിന്നെ ഒന്നും ചെയ്തില്ല. അപ്പൊ ഇങ്ങനെ ഞങ്ങളിങ്ങനെ ഫ്രൈഡേ നിങ്ങൾ അസോസിയേറ്റ് ചെയ്തില്ലേ? ഇല്ല, ഫ്രൈഡേ ഞങ്ങൾ അസോസിയേറ്റ് ഇല്ല. ഫ്രൈഡേയിൽ സാൻഡ്രയും സാൻഡ്രയുടെ അച്ഛനും മാത്രം അസോസിയേറ്റ് ചെയ്തിട്ടുള്ളൂ. അത് കഴിഞ്ഞ് കുറെ നാൾ കഴിഞ്ഞ് ഞാൻ സൂര്യ TV വിടുകയും ഞാൻ SJM എന്ന് പറയുന്ന ഒരു വേറൊരു കമ്പനിയായിട്ട് ഒരു ഹണീബി എന്ന് പറയുന്ന സിനിമയുടെ അവർ പ്രൊഡ്യൂസ് ചെയ്ത സിനിമയാണ്, അവരുമായിട്ട് ഇങ്ങനെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ സാൻഡ്ര ഇങ്ങോട്ട് വന്ന് ചോദിച്ചു, നമുക്ക് ഒരുമിച്ചങ്ങ് ചെയ്താൽ പോരെ എന്ന് ചോദിച്ചു. അപ്പം ഞാനിങ്ങനെ ആലോചിച്ചോണ്ട്, അല്ല എൻ്റെ ഡ്രീം ഇതൊന്നും അല്ല. അപ്പം എൻ്റെ അടുത്ത് എൻ്റെ മനസ്സിൽ വിജയ് ബാബു കോർപ്പറേഷൻ എന്ന് പറയുന്ന ഒരു വലിയ കമ്പനിയാണ്, ചെറിയ കമ്പനി അല്ല. മൈ ഡ്രീം ആദ്യം ഭയങ്കര നാണക്കേടായിരുന്നു, ഓഫീസിലോട്ട് പോലും ഞാൻ വരുന്നില്ല. ഞാൻ പറഞ്ഞ അല്ലല്ല, എൻ്റെ ഡ്രീം വേറെയാണ്, ഞാൻ ഇങ്ങനെയൊന്നുമല്ല ഉദ്ദേശിക്കുന്നത്. ഐ ഹാവ് മേരി, എൻ്റെ സ്റ്റുഡിയോ പ്ലാൻ ഉണ്ട്, എനിക്ക് അല്ല എന്ത് വേണമെങ്കിലും ഇവിടെ ചെയ്തോ, ഇത് ചെയ്ത്. അപ്പം ഞാൻ പറഞ്ഞ അല്ലേ അങ്ങനെയല്ല, ഞാൻ പറഞ്ഞ എൻ്റെ നെയിം വരെ ഇതല്ല എന്ന് പറഞ്ഞു. ശരി, വിജയ് ബാബു കോർപ്പറേഷൻ ഇട്ടോളൂ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞ അല്ലല്ല, ഞാൻ അങ്ങനെ നിർബന്ധിച്ചിട്ട് ഞാൻ പറഞ്ഞു ഈ കമ്പനി ഇതൊരു സാൻഡ്രയുടെ ഒരു ചെറിയ പ്രൊപ്രൈറ്ററി ഫേം ആയിരുന്നു, സാൻഡ്രയുടെ അച്ഛൻ്റെ പേരിലുള്ള ഇവർ നടത്തിക്കൊണ്ടിരുന്ന ഒരു ഫേം. അങ്ങനെ അത് ഡിസല്യൂട്ട് ചെയ്തിട്ട് പുതിയൊരു കമ്പനി ചെയ്യാം എന്നുള്ള രീതിയിലാണ്. അപ്പം ഞാൻ പിന്നെ പറഞ്ഞു വിജയബാബു കോർപ്പറേഷൻ ഒന്നും വേണ്ട, ഞാൻ വേറെ പേര് പറയാമെന്ന് പറഞ്ഞിട്ട് ഞാൻ ഇട്ട പേരാണ് ഫ്രൈഡേ ഫിലിം ഹൗസ് എന്നുള്ളത്. എന്നിട്ട് അതിനെ നമ്മൾ സെപ്പറേറ്റ് ആയിട്ടിട്ട് അവിടെ നിന്ന് അങ്ങോട്ടാണ് ഞങ്ങൾ പുതിയ സിനിമകൾ ചെയ്യാൻ തുടങ്ങിയത്. സാന്ദ്ര, വിജയബാബു ഒരു പാർട്ണറായിട്ട് വരണമെന്ന് ആഗ്രഹിക്കാൻ കാരണം എന്താണ്? വിജയബാബുവിന്റെ ഒരു ചൂറുചൂറുക്കാണോ? എനിക്ക് ഇപ്പൊ മുമ്പേ പറഞ്ഞതുപോലെ എനിക്ക് എന്റേതായ സ്ട്രെങ്ത്തും വീക്ക്നെസ്സും ഉണ്ട്. അതിൽ എനിക്ക് എൻ്റെ സ്ട്രെങ്ത് എന്ന് പറയുന്ന പ്രൊഡക്ഷനാണ്. എനിക്ക് നെഗോഷിയേറ്റ് ചെയ്യാനും അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ഞാൻ മിടിക്കുകയാണ്. പക്ഷേ ഒരു പ്രോജക്റ്റ് ഉണ്ടാക്കുക, പിന്നെ അത് ഐഡന്റിഫൈ ചെയ്യുക, അതൊക്കെ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു അന്നത്തെ സമയത്ത്. കാര്യം എനിക്ക് ഒരുപാട് സിനിമകൾ കണ്ടിട്ടില്ല. എക്സിക്യൂഷൻ ഈസി ആയിരുന്നു. എക്സിക്യൂഷൻ ഈസി ആയതല്ല, പഠിച്ചു. ഒരു പടം കഴിഞ്ഞപ്പോഴേക്കും ഞാൻ പഠിച്ചു എന്ന് ഞാൻ തന്നെ വിചാരിച്ചു. അവർ പഠിപ്പിച്ചു. പക്ഷേ ഓരോ പടത്തിലും ഓരോന്ന് പഠിക്കാനുണ്ടെന്നുള്ളത് ഇപ്പൊ മനസ്സിലായി. ഞങ്ങളുടെ ഇപ്പൊ എന്റെ സ്ട്രെങ്ത് എന്ന് പറയുന്നത് ഞാൻ ഒരു സ്ക്രിപ്റ്റ് ഐഡന്റിഫൈ ചെയ്യുക, അതിൽ കാസ്റ്റ് ചെയ്യുക, അതിന്റെ കോസ്റ്റിംഗ്, അതിന്റെ ബിസിനസ് പ്ലാൻ ഉണ്ടാക്കുക, ഇന്ന കോസ്റ്റിംഗിൽ നിർത്തിയാൽ ഇന്ന റവന്യൂ നമ്മൾ അച്ചീവ് ചെയ്ത്. പക്ഷേ ഗ്രൗണ്ട് ലെവൽ ഞാൻ കുറെ നാളായിട്ട് ചെയ്യാനില്ലാത്ത കാര്യമാണ്. നമ്മളൊരു AC ക്യാബിനിൽ ഇരുന്ന് ഓർഡർ കൊടുത്ത് ശീലിച്ചു പോയി കുറെ നാള്.
കുറേ ഇപ്പോൾ സൂര്യ ടി വിക്ക് മുമ്പും ഇത് തന്നെയായിരുന്നു നമ്മൾ അപ്പം പ്രൊഡക്ഷൻ എന്ന് പറയുന്ന ലെവലിലേക്ക് എനിക്ക് ഇനി ഗോ ബാക്ക് എന്ന് പറയുന്നത് ഡിഫിക്കൽട്ടായിട്ട് എനിക്ക് തോന്നി. ഒരു മൈക്രോ ലെവലിലേക്ക് പോകാൻ താല്പര്യം എന്നല്ല, അതെനിക്ക് പറ്റുമെന്ന് തോന്നില്ല. നമ്മൾ ആ ഒരു ലെവൽ അച്ചീവ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഈഗോ ചിലപ്പോൾ ഒരു 500 rupees നെഗോഷിയേറ്റ് ചെയ്യാൻ നമ്മളെ സമ്മതിച്ചൊന്നും വരില്ല. അത് ചെയ്യാനുള്ള പക്ഷേ സാൻഡ്ര വാസ് എ ബിഗിനർ അറ്റ് ദ ടൈം ആൻഡ് ഷീ ഡിഡ് എക്സൽ. ഇപ്പം ഫ്രൈഡേ എന്ന് പറയുന്ന സിനിമയുടെ ഞാൻ PNL കണ്ടപ്പോൾ അത് കൊണ്ട് എത്തിച്ചിരിക്കുന്ന കോസ്റ്റ് എന്ന് പറയുന്നത് അൺബിലീവബിൾ കോസ്റ്റാണ്. ഒരിക്കലും ഒരാൾക്ക് നിർത്താൻ പറ്റാത്ത കോസ്റ്റിലാണ് സാൻഡ്ര കൊണ്ട്. ഒരുപാട് പേരുടെ ശാപം മേടിച്ചു ഉണ്ടാവും. പക്ഷെ അത് ആ കമ്പനിക്ക് അത്രയും ഒരു ആ ഡയറക്ടർ പിന്നെ ഒരുപാട് ചീത്ത പറയാൻ വേണ്ടി താല്പര്യപ്പെട്ടു. ഞാൻ പറഞ്ഞു ഒരു കാരണവശാലും ഷോയിൽ പറയരുത്, വിജയബാബു എൻ്റെ വളരെ അടുത്ത സുഹൃത്താണ്. ഞാൻ പറഞ്ഞു നല്ലതേ പറയാവുള്ളൂ ഉറപ്പ് മേടിച്ചിട്ട് കൊണ്ടുവന്നു. നമ്മുടെ ആദ്യത്തെ സിനിമയുടെ പേരാണ് സാൻഡ്രയുടെ പ്രൊഡക്ഷൻ ഹൗസിന് ഫ്രൈഡേ. അത് തന്നെ എനിക്ക് ഒത്തിരി സന്തോഷമുള്ളൊരു കാര്യമാണ്. ഈ സാൻഡ്രയും വിജയായിട്ട് പ്ലാൻ ചെയ്യുന്ന സിനിമകൾ, അതിൻ്റെ മാർക്കറ്റിംഗ്, ഈ സാധനങ്ങളൊക്കെ വളരെ എന്താ പറയണ്ട, വളരെ എഫക്റ്റീവായിട്ട് വളരെ സ്ട്രാറ്റജിക്കലായിട്ട് സിനിമകൾ മാർക്കറ്റിൽ എത്തിക്കുന്നു. അതൊക്കെ വിജയങ്ങളാവുന്നു. അതിലൊക്കെ ഒത്തിരി സന്തോഷമുണ്ട്. എനിക്ക് പക്ഷേ സാൻഡ്രയോട് ഇന്നിവിടെ ചോദിക്കാനുള്ള ഒരു ക്വസ്റ്റ്യൻ, അത് സിനിമയായിട്ട് ബന്ധപ്പെട്ടൊന്നുമല്ല. നമ്മൾ തമ്മിൽ കാണുമ്പോൾ ഞാൻ എപ്പോഴും പറയാനുള്ളതാണ്. പക്ഷേ ഇങ്ങനെ ഒരു പബ്ലിക്കായിട്ടൊരു സ്ഥലത്ത് ഒരു വേദിയിൽ അത് ചോദിക്കാമെന്ന് ഞാൻ വിചാരിച്ചു. സാൻഡ്ര ഇപ്പോൾ ഒരു പ്രൊഡ്യൂസറാണ്, അത്യാവശ്യം അറിയപ്പെടുന്ന ഒരു ആക്ട്രസ്സാണ്, ഒരു നോൺ ഫിഗറാണ്. പക്ഷേ എന്താണ് സാൻഡ്രയുടെ ഡ്രസ്സിങ് സെൻസ് ഇത്ര മോശമായെന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. അപ്പോൾ എപ്പോഴാണ് സാൻഡ്ര ഡീസൻ്റ് ആയിട്ട് ഡ്രസ്സൊക്കെ ഇട്ടിട്ട് ഞങ്ങൾക്ക് കാണാൻ പറ്റുന്നത് എന്നാണ് എനിക്കിപ്പോൾ ചോദിക്കാനുള്ളത്. എവിടെ ഏത് ഫംഗ്ഷന് കണ്ടാലും ലിജിന് ഇതെന്തുമാണ് ഇട്ടേക്കുന്നത്, ഞാൻ എന്തിട്ടാലും ലിജിന് ഇഷ്ടപ്പെടും. ഒരുപക്ഷെ ലിജൻ ഈ കാലത്തിനനുസൃതമായിട്ടുള്ള ഒരു കാലഘട്ടത്തിലല്ല ജീവിക്കുന്നത്. എനിക്കാണെന്നത് എനിക്ക് പക്ഷെ എന്തെങ്കിലും ഒന്ന് കല്യാണത്തിന് മുമ്പ് പോയിട്ട് ഇത് നമുക്ക് പറ്റുന്നതാണോ എന്ന് ഇടയ്ക്ക് നോക്കുന്നുണ്ടോ അതെയോ? അല്ല, ഇപ്പൊ എല്ലാവരും കൊള്ളാമെന്ന് പറഞ്ഞാലും ലിജിനെ കണ്ടു കഴിഞ്ഞാൽ ലിജിൻ പറയും ഇത് എന്ത് വൈകിട്ടോണ്ട് വന്നേക്കുന്ന ഞാൻ ചോദിക്കും. ഞങ്ങള് എനിക്ക് തോന്നുന്നു എവിടുന്ന് ഈ ഡ്രസ്സൊക്കെ എടുക്കണേ സന്ദ? അല്ല, ഇപ്പൊ ഒരുപാട് മാറ്റമുണ്ട്. ഇപ്പൊ ഒരുപാട് മുമ്പ് ഭയങ്കര കുഴപ്പമായിരുന്നു. ഇപ്പൊ പറഞ്ഞു ഏകദേശം ഒരു ലെവലിലേക്ക് എത്തിയിട്ടുണ്ട്. പണ്ട് ഒരുപാട് കളറുകൾ പറ്റി വരുന്നു. പണ്ട് സാൻഡ്രയുടെ ചില കോമ്പിനേഷൻസ് ഉണ്ട്. ഒരു ലോങ് സ്കേർട്ട് വിത്ത് സം ഷോർട്ട് ടോപ്പ്, ഭയങ്കര ഐ മീൻ വൾഗർ ഡ്രസ്സിംഗ് അല്ല, കളർ കോമ്പിനേഷൻസിൽ സാൻഡ്രയ്ക്ക് ചിലപ്പം ഭയങ്കര വൈൽഡ് കളേഴ്സ്, പെയിന്റിന്റെ ബക്കറ്റിൽ വീണ പോലെ ചിലപ്പോ. ഇപ്പൊ ശോഭ ഏർത്തി കളേഴ്സിലൊക്കെ ഇഷ്ടപ്പെട്ട് തുടങ്ങി, കുറച്ചും കൂടെ കോർപ്പറേറ്റ് ആയിട്ട്. പരസ്യമായി പറഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യാൻ പറ്റും? ബട്ട് ലിജൻ കണ്ട സാൻഡ്രയിൽ നിന്നൊക്കെ ഇപ്പൊ ഒരുപാട് മാറി. ലിജനെ അപ്ഡേറ്റ് ചെയ്യാം. ഈ ലിജനും സാധനം തമ്മിൽ എത്ര പ്രാവശ്യം ഏറ്റുമുട്ടി? ഒരുപാട് പ്രാവശ്യം. പക്ഷെ ഞങ്ങൾ തമ്മിൽ പറഞ്ഞു, മുഴുവൻ കണക്ക് പറഞ്ഞു. പക്ഷെ ഞങ്ങൾ തമ്മിൽ ഭയങ്കര സ്നേഹമാണ്. ബെസ്റ്റ് ഫ്രണ്ട്സ് ആണ് അവര്. പണ്ടും അടിവെക്കും. എന്നാലും ഞാൻ അടിവെക്കുന്നതെല്ലാം ഈ സിനിമയിൽ തന്നെ അനാവശ്യമായ കോസ്റ്റുകൾ വരുന്നതിലേ ഞാൻ അടിവെക്കുള്ളൂ. സിനിമയ്ക്കകത്തേക്ക്, അതായത് ഫ്രെയിമിൽ വരുന്ന കോസ്റ്റിന് ഞാൻ അടിവെക്കാറില്ല. കണ്ടന്റ് എൻട്രി ചെയ്യാൻ വേണ്ടിയിട്ട് പൈസ മുടക്കാം. ബാക്കി കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ അടിവെക്കുന്നത്. അനാവശ്യ ചെലവുകൾ. പക്ഷെ നമ്മളിപ്പം ചില സിനിമകൾ പറയും 5 കോടി രൂപ 6 കോടി രൂപയുടെ സിനിമയാന്ന് പറയും. പക്ഷെ നമ്മൾ കാണുമ്പോൾ ഇതിനകത്ത് എവിടെയാ മുടക്കിയേക്കുന്നതെന്ന് ചോദിക്കും. നമ്മളിപ്പോ ജിമ്മി ജിപ്പ് പറഞ്ഞു, ജിമ്മി ജിപ്പ് അന്ന് യൂസ് ചെയ്തില്ലെന്നുണ്ടെങ്കിൽ പ്രശ്നമായി. പക്ഷെ വേറൊരു പ്രൊഡ്യൂസർ ചിലപ്പോൾ കാണാതെ പോകും, ബിക്കോസ് പുള്ളി അവിടെ ഉണ്ടാവാറില്ല. ഇപ്പം ചിലപ്പോൾ ഒരു അഡീഷണൽ ലെൻസോ അഡീഷണൽ ലൈറ്റ്സോ എടുത്തു വെച്ചു, അല്ലെങ്കിൽ ക്രെയിൻ എടുത്തു വെച്ചു. അന്ന് ക്രെയിനേ യൂസ് ചെയ്തിട്ടില്ല. ചിലപ്പോൾ ഒരു ആർട്ടിസ്റ്റിനെ വിളിച്ചു വരുത്തി, അയാൾ ഉപയോഗിച്ചിട്ടേ ഇല്ല. 50 ജൂനിയർ ആർട്ടിസ്റ്റിനെ വിളിച്ചു വരുത്തി, ഫ്രെയിമിൽ നോക്കുമ്പോൾ ജൂനിയർ ആർട്ടിസ്റ്റേ ഇല്ല. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ആ ഡയറക്ടറുടെ അവസാനമാണ്. അത് ചിലപ്പം എല്ലാ പ്രൊഡ്യൂസേഴ്സും നോക്കിയെന്ന് വരത്തില്ല. ബാക്കിയുള്ളവരെല്ലാം പുറത്തൊക്കെ ഉള്ള ആൾക്കാരായിരിക്കും വരുന്നത്. ഞാൻ മോണിറ്ററിന്റെ അവിടെ തന്നെ ഉണ്ടാവും. അപ്പം എവിടെയാണ് നമുക്ക് മുടക്കുന്ന പൈസ സ്ക്രീനിൽ കാണണ്ടേ? ഒരു സംവിധായകന്റെ രാഗിണിയെ കുറിച്ച് ചിന്തിക്കുകയാണ്. അല്ല, പക്ഷെ അവർക്കെല്ലാം നമ്മൾ ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. ബിക്കോസ് അവര് വിഷ്വലൈസ് ചെയ്യുന്ന, അവരൊരു ചെറിയ പ്രോജക്റ്റ് ചെയ്യുന്ന ആയിട്ട് നമ്മുടെ അടുത്ത് വരുന്നത്, നമ്മൾ വിഷ്വലൈസ് ചെയ്യുന്ന അതിനെ അവർ ചിന്തിച്ചതിനെക്കാട്ടിലും വലുതായിട്ടാണ് നമ്മൾ. ഇപ്പൊ അടികപ്പേരെ കൂട്ടമണി എന്ന് പറയുന്ന സബ്ജക്റ്റ് ഈ ഡയറക്ടർ ജോൺ വർഗീസ് തന്നെ എത്രയോ പേരെടുത്ത് കൊണ്ട് നടന്നിട്ടുണ്ട്. അവസാനം പുതുമുകൾ വെച്ചൊരു കൊച്ചു സബ്ജക്റ്റ് എങ്ങനെയെങ്കിലും ചെയ്താൽ മതി എന്ന് പറഞ്ഞ് ആക്സിഡന്റലി നമ്മുടെ അടുത്ത് വന്നതാണ്. അത് ഞങ്ങൾക്ക് സബ്ജക്റ്റ് ഇഷ്ടപ്പെട്ടത് കൊണ്ട് ധ്യാൻ ശ്രീനിവാസനും അജു വർഗീസും നമിത പ്രമോദും ഇദ്ദേഹം നീരജും വിനീതും മുകേഷ് ഏട്ടനും ഒക്കെ ഉള്ള ഗംഭീരമായിട്ട് മാർക്കറ്റ് ചെയ്ത ഒരു നല്ല സബ്ജക്റ്റായി മാറുകയും അയാൾ ഇന്ന് വൺ ഓഫ് ദ സോട്ട് ആഫ്റ്റർ യങ് ഡയറക്ടേഴ്സായി മാറുകയും ചെയ്തു. അതുകൊണ്ടാണ്
പുതിയ ഡയറക്ടർ അതില് വിജയ് ഒരു ബിസിനസ് കാണുന്നുണ്ട്. 100% ഞങ്ങൾ പക്ഷെ ഒരു ഡെഫിനറ്റ്ലി ചെറിയ അതായത് ഒരു പ്രോജക്റ്റിനെ അതിന്റെ ഒരു വയബിലിറ്റിയിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു ശേഷി നിങ്ങൾക്ക് അല്ല, ആദ്യത്തെ ഇതെന്താന്ന് വെച്ചാൽ സാധാരണ ഇവിടെ പ്രൊഡ്യൂസേഴ്സിനെ ട്രീറ്റ് ചെയ്യുന്ന എങ്ങനെയാന്ന് വെച്ചാൽ നിങ്ങൾ പൈസ മുടക്കിയാൽ മതി, കൂടുതൽ കാര്യങ്ങൾ അന്വേഷിക്കേണ്ട, ആ ഒരു രീതിയിലാണ്. ആ പരിപാടി നടക്കത്തില്ല. ആ പരിപാടി കുട്ടിയമ്മ കിട്ടില്ല. ഞങ്ങൾ ഡെഫിനറ്റ്ലി ചോദ്യം ചോദിക്കും, ഓരോ ഫ്രെയിമിലും ചോദിക്കും, ഓരോ മണിക്കൂറും ചോദിക്കും. ആദ്യത്തെ കരാർ അതാണ്. വിജയ് മനസ്സിൽ കാണുന്ന ഒരു കോസ്റ്റിൽ നിന്ന് എത്ര പെർസെന്റേജ് കുറച്ചാണ് സാന്ദ്ര എപ്പോഴും സാൻഡ്ര അത് നമ്മളെ സർപ്രൈസ് ചെയ്യാറ്? ഒരു 20% കുറയ്ക്കോ? അല്ല, ഞങ്ങളിപ്പോ ഞാനും സെറ്റിൽ തന്നെ ഉണ്ട്. ഒരു ഓൺ നോർമൽ സിനാരിയോ 20% ഡെഫിനറ്റ്ലി കുറച്ചിരിക്കും. പക്ഷേ ഇപ്പോഴത്തെ സർക്കംസ്റ്റൻസ്, ഇപ്പം മഴ പെയ്തേക്കാം, കുറച്ച് അങ്ങനെയൊക്കെ കാര്യങ്ങൾ നമുക്ക് ഡെയിലി നമ്മൾ കോൾസ് എടുക്കാറുണ്ട്. ഞങ്ങളുടെ ഡയറക്ടേഴ്സിനെല്ലാം അറിയാം, ജോൺ ഉൾപ്പെടെ അറിയാം. ഞങ്ങൾ ഫെഫ്കയുടെ കരാർ കൂടാതെ ഞങ്ങളുടെ ഒരു കരാറുണ്ട് ഇവർക്ക്. ഞങ്ങളുടെ സെറ്റിൽ മദ്യപിക്കുകയോ ഈ ഷൂട്ട് കഴിഞ്ഞിട്ട് വന്നിട്ടുള്ള ഡ്രിങ്ക്സോ ആയിട്ട് അത് ചെയ്യാൻ പാടില്ല എന്ന് ഞങ്ങൾ ഡയറക്ടേഴ്സിന് ഒരു ഡിസിപ്ലിൻ ഞങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യും. കോഡ് ഓഫ് കോണ്ടക്ട് വരട്ടെ, ഒരാൾ വരട്ടെ. സാൻഡ്രയുടെ തീഷ്ണമായ ഭാവം തൊട്ടറിഞ്ഞ മറ്റൊരു കഥാഭാഗ്യമായി. ഞാനും സാന്ദ്ര തോമസും വിജയബാബു സാറും ഒരുമിച്ച് കൂടുന്നത് ഫ്രൈഡേ എന്ന് പറഞ്ഞ സിനിമയിലാണ്. അന്ന് മുതൽ അതിനുശേഷം ആ പടത്തിൻ്റെ റിലീസിന് ശേഷം ഫ്രൈഡേ ഫിലിം ഹൗസ് എന്നുള്ള ബാനറിൽ അവർ പടം തുടങ്ങി. അവിടെ മുതൽ ഇന്ന് വരേക്കുമുള്ള ഒരു പടം ഒഴികെ ബാക്കി എല്ലാ പടങ്ങളുടെയും പ്രൊഡക്ഷൻ കൺട്രോൾ ഞാനാണ്. സാധാരണ ഞങ്ങൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ച് പ്രശ്നങ്ങൾ പ്രത്യേകിച്ച് സാന്ദ്രയും ഞാനുമായിട്ട് ഉണ്ടാവുമെങ്കിലും പക്ഷേ ഇന്ന് വരെയും അതിനൊരു മാറ്റമില്ല. എല്ലാം നല്ല രീതിയിൽ ചെയ്ത പടങ്ങളെല്ലാം ദൈവം സഹായിച്ചെല്ലാം ഹിറ്റുകളാണ്. അപ്പോൾ അത് ഇപ്പോഴും വീണ്ടും കണ്ടിന്യൂ ചെയ്ത് പോവുകയാണ്. എനിക്ക് ഈ അവസരത്തിൽ ചോദിക്കാനുള്ളത്, നമ്മുടെ പുതിയൊരു പടത്തിൻ്റെ സ്ക്രിപ്റ്റ് കേൾക്കുന്നത് അതൊരു പ്രേക്ഷകനായിട്ട് നിന്നുകൊണ്ടാണോ അതോ കറക്റ്റായിട്ടുള്ളൊരു പ്രൊഡ്യൂസറായിട്ട് നിന്നുകൊണ്ടാണോ? ഇവിടെയാണ് നിങ്ങൾ രണ്ടുപേരും നമ്മുടെ കെമിസ്ട്രി. എന്താ കാരണം ഒരു പക്ഷേ സാൻഡ്ര കാണുന്ന പോലെ ആയിരിക്കില്ല ആ ഒരു സിനിമയെ വിജയ് ബാബു കാണുന്നു. ഞങ്ങൾ രണ്ടുപേരും കാണുമ്പോൾ സാൻഡ്ര കേൾക്കുന്ന ആംഗിൾ ഡിഫറെൻ്റ് ആണ്, ഞാൻ കേൾക്കുന്ന ആംഗിൾ ഡിഫറെൻ്റ് ആണ്. ഞാൻ കേൾക്കുന്നത് ഇത് ഓഡിയൻസിന് വർക്കാവുമോ, അവരുടെ പൾസ് എന്താണെന്നാണ്. സാൻഡ്ര കേൾക്കുമ്പോൾ റെയിൽവേ സ്റ്റേഷൻ എന്തിനാണ് ഇപ്പം? അത് നമുക്ക് ബസ് സ്റ്റാൻഡ് ആക്കിയാൽ പോരെ? റെയിൽവേ സ്റ്റേഷന് കോസ്റ്റ് കൂടുതലാണ്. എനിക്ക് കഥ കേക്ക് ഓക്കെ. അയ്യോ, ആ ഷോട്ട് പറ്റത്തില്ല, പിന്നെ അയ്യോ ഇതൊക്കെ എന്തിനാ ഹെലിക്കാം. അപ്പൊ സാൻഡ്ര കേൾക്കുന്ന ആംഗിൾ മൊത്തം പ്രൊഡക്ഷന്റെ ആംഗിളാണ്, ഞാൻ കേൾക്കുന്ന ആംഗിൾ മൊത്തം ക്രിയേറ്റീവ് ആംഗിളാണ്. പക്ഷെ ഇപ്പൊ സാൻഡ്ര ക്രിയേറ്റീവ് ആംഗിളിലും കൂടെ കേട്ട് തുടങ്ങി. ഇത് നല്ലൊരു മനുഷ്യനാണ്. സെവൻത് ഡേ എന്ന് പറയുന്ന സിനിമ പ്രൊഡ്യൂസ് ചെയ്ത പ്രൊഡ്യൂസറാണ്, ഞങ്ങളുടെ പ്രൊഡക്ഷൻ കൺട്രോളാണ്. പക്ഷെ അതിനുശേഷം അദ്ദേഹം ഞങ്ങളുടെ സിനിമകളുടെ പ്രൊഡക്ഷൻ ഡിസൈനറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പം പക്ഷെ ഇവർ തമ്മിൽ ഭയങ്കര കെമിസ്ട്രിയാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും കീരിയും പാമ്പും. ബാറ്റയുടെ ലിസ്റ്റ് അങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ ഷിബുവും സാൻഡ്രയും നിൽക്കുന്നിടത്ത് ഏരിയയിലോട്ട് നമുക്ക് പോകാൻ പറ്റത്തില്ല. ഇപ്പൊ പ്രശ്നമില്ല, ആദ്യമൊക്കെ ആയിരുന്നു. ആദ്യം എനിക്കറിയില്ല. അപ്പം എനിക്ക് എത്ര ബാറ്റ എന്ന് പോലും അറിയാതാണ് ഞാൻ സിനിമ തുടങ്ങിയത്. എന്താ ഡെയിലി ബാറ്റ എന്തുവാ, എന്താണ് ജൂനിയർ ആർട്ടിസ്റ്റിന് എത്ര കൊടുക്കണം. ഫസ്റ്റ് ഡേ ഫ്രൈഡേയുടെ ഫസ്റ്റ് ഡേ നോക്കുമ്പോൾ ഒരുപാട് വലക്കാര് വന്നേക്കുന്നു. അത് ഈ ആലപ്പുഴ ആയതുകൊണ്ട് ഒരുപാട് പേരുണ്ട്, എല്ലാരും വരുവാ. അപ്പൊ ഇവർക്കൊക്കെ എത്രയാ കൊടുക്കണ്ടേന്ന് അറിയില്ല. എന്നിട്ട് അതിന്റെ ഇടയിൽ ശിബുചേട്ടൻ കട്ട് ചെയ്യുന്നുണ്ട്, അവരെഴുതിക്കൊണ്ട് വരുന്ന ഒരെണ്ണം. അപ്പൊ അത് തന്നെ കൊടുക്കുവാണെങ്കിൽ നമുക്കൊന്നും തോന്നില്ല. പിന്നെ അത് കട്ട് ചെയ്ത് കൊടുക്കുമ്പോഴും അവർക്ക് പ്രശ്നമില്ല. അപ്പൊ ഞാനല്ലെങ്കിൽ അപ്പൊ നമുക്ക് ഇനിയും കട്ട് ചെയ്യാം. ഒരു ഘട്ടത്തേക്ക് ഇനി കട്ട് ചെയ്തൂടെ? ശിബൂരൊന്ന് കട്ട് ചെയ്യാൻ നമുക്ക് 2 കട്ട് ചെയ്യും. അങ്ങനെ ഓരോന്നോരോന്ന് പയ്യെ പഠിച്ചാണ് വന്നേ. ഇപ്പൊ ബസ്സിൽ ടിക്കറ്റ് എത്ര രൂപ? 5 രൂപ. 4 പോരെ എന്ന് ചോദിച്ചു. അങ്ങനെ ചോദിച്ചിട്ടുണ്ടോ സാൻഡ്ര? ഇല്ല, 4 ചോദിച്ചാൽ വലിയ ഭാഗ്യം. ഒരു 3 മതി എന്നൊക്കെ ആയിരിക്കും ചോദിക്കുന്നത്. വരട്ടെ. ഫ്രൈഡേ ഫിലിം ഹൗസ് ഒരുപാട് പുതുമുഖങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന, പ്രത്യേകിച്ചും ഡയറക്ടേഴ്സ് പുതുമുഖങ്ങളായിട്ടുള്ള ആൾക്കാരെയൊക്കെ ഇങ്ങനെ കൊണ്ടുവരുന്ന ആൾക്കാരാണ്. അപ്പം എനിക്ക് നിങ്ങളെ രണ്ടുപേരുടെ അടുത്തും ചോദിക്കാനുള്ളത്, ഇപ്പോൾ ഒരു സിനിമ 2 ഡയറക്ടർമാർ ഓരോ സിനിമ കൊണ്ടുവരുന്നു. 2 പേരും വളരെ നല്ല ഡയറക്ടർമാരാണ്, നല്ല കഥയുമാണ്. എന്നാൽ ഒരാൾ പറയുന്നു എൻ്റെ സിനിമയിൽ ഒരു വാക്കോ വാചകമോ മാറ്റാൻ പറ്റില്ല, ഞാൻ എഴുതി വെച്ചതുപോലെ ഞാൻ വിചാരിക്കുന്നത് പോലെ തന്നെ ഷൂട്ട് ചെയ്യും. എന്നാൽ മറ്റേ ആൾ പറയുന്നു ഫ്രൈഡേ ഫിലിം ഹൗസിൻ്റെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള വിജയബാബുവും സാൻഡ്ര തോമസും പറയുന്നത് പോലെയൊക്കെ അത് ഒരുപാട് മാറ്റങ്ങളൊക്കെ ഒരു കൂട്ടായ്മയിൽ നമ്മൾ മാറ്റാൻ തയ്യാറാണ്. അങ്ങനെ ഒരു സാഹചര്യം വന്നാൽ ഏത് ഡയറക്ടറാണ് കംഫർട്ടബിൾ, ഏത് ഡയറക്ടറിനെ
നിങ്ങൾ ഫ്രൈഡേ ഫിലിം ഹൗസിൻ്റെ പടം ചെയ്യാൻ വേണ്ടി തിരഞ്ഞെടുത്തത്? നല്ലൊരു ക്വസ്റ്റ്യനാണ്. അത് രണ്ടും നമ്മൾ ചിലപ്പോ എടുത്തില്ല എന്ന് വരും ചിലപ്പോ. എന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് എന്ത് വേണേലും ചെയ്തു, എനിക്ക് ഒരു പ്രശ്നമില്ല എന്ന് പറയുമ്പോൾ ആ ഡയറക്ടറിന് ഒരു പേഴ്സണാലിറ്റി ഇല്ലാതെ ആളായില്ലേ. എനിക്ക് ആ ഡയറക്ടറിൻ്റെതായ അഭിപ്രായം ഉണ്ടാവണം. നമുക്ക് നമ്മുടേതായ നമ്മൾ പറയുമ്പോൾ അവർക്ക് അത് വെച്ച് ആർഗ്യൂ ചെയ്യാൻ പറ്റണം. ഇല്ല ഇതാണ് ശരി എന്ന് പറയാൻ പറ്റുന്ന ഒരു ഡയറക്ടർ ആയിരിക്കണം. അല്ലാതെ ഇല്ല നിങ്ങൾ എന്ത് വേണേലും ചെയ്തു, എനിക്ക് പടം നമുക്ക് വേണ്ട, അതല്ല എന്റെ ഇതിൽ തൊടാൻ പറ്റത്തില്ല, ഞാൻ ഇത് ചെയ്ത് അങ്ങനെ തന്നെ ചെയ്യണം എന്ന് പറഞ്ഞാൽ അതും നമുക്ക് വേണ്ട, വേറെ ആരെങ്കിലും എടുത്തോട്ടെ. അല്ല രണ്ടും സാൻഡ്ര രണ്ടും ചെയ്യില്ല എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ രണ്ടും ചെയ്തേക്കാം. ചിലപ്പോൾ ആ സ്ക്രിപ്റ്റിൽ ഒന്നും ചേഞ്ചസ് വേണ്ടാത്ത സ്ക്രിപ്റ്റ് ആയിരിക്കാം. വിജയബാബുവിന് പ്രത്യേകത നൈജാതിര്യം. രണ്ടും വേണ്ടെന്ന് പറയും. പക്ഷെ വിജയബാബു പറഞ്ഞു ചിലപ്പോ ചിലപ്പോ ആ സ്ക്രിപ്റ്റ് 100% പെർഫെക്റ്റ് ആയിരിക്കാം. ഇങ്ങനത്തെ അനുഭവങ്ങൾ ഞാൻ കൊണ്ടായിട്ടുണ്ട് 100% ഓക്കെ ആയിട്ടുള്ള സ്ക്രിപ്റ്റ് ഞങ്ങൾ കണ്ടു.